कार्पण्यदोषो भगवत्स्वभावगवृच्छामित्तां धर्मसुमूढचेतक यश्रेयस्यानिश्चितं ब्रूहितन्मे शिक्ष्यस्येऽहं साधिमां तां प्रपन्नम् ओं नमो भगवते वासुदेवाय ओं नमो भगवते वासुदेवाय ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഇന്നലെ നമ്മൾ ഭഗവത്ഗീതയിലെ 5-ാം അധ്യായം സന്യാസയോഗത്തിലെ 16-ാമത്തെ ശ്ലോകം മാത്രമാണ് ചിന്തിച്ചത്. ജ്ഞാനേനതു തതജ്ഞാനം യേഷാം നാശിതമാത്മന തേഷാം ആദിത്യവജ്ഞാനം പ്രകാശയതി തത്പരം. അതായത് ആത്മജ്ഞാനം ലഭിക്കണം. ഭക്തിയുടെ യഥാർത്ഥ ഭക്തിയോഗത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ആത്മജ്ഞാനം ലഭിക്കുക എന്നുള്ളതായിരിക്കണം. അതാണ് പരമമായ ജ്ഞാനം. അത് ലഭിക്കുന്നത് വരെ ഈ പ്രത്യക്ഷ ഭക്തിയും പ്രകടന ഭക്തിയും ഒക്കെ ആകാം. പക്ഷെ പ്രകർഷേണ ഭക്തിയിലേക്ക് എത്തിയാലേ നമ്മുടെ ഈ അജ്ഞതയുടെ കവചം ഭേദിക്കുക. കവചം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ വിസ്തരിച്ച് പറഞ്ഞതാണ്. തമോ ഗുണത്തിൻ്റെയും രജോ ഗുണത്തിൻ്റെയും സത്വഗുണത്തിൻ്റെയും കവചമാണ്. അതിനെ ഭേദിക്കാതെ ആത്മബോധം ലഭിക്കില്ല. അത് ലഭിച്ചാലോ അത് ആദിത്യനെ പോലെ സൂര്യപ്രകാശം പോലെ പ്രകാശിക്കുന്നതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, തദ്ബുദ്ധയാ സദാത്മാനം തന്നിഷ്ടാ തത്പരായണ ഗച്ഛന്ത്യ പുനരാവർത്തിയും ജ്ഞാന നിർദൂത കൽമക്ഷ. തദ്ബുദ്ധയാ, അതിനെ, അതായത് പരമാത്മാവിനെ, അതായത് ആത്മാവിനെ അറിയുന്നത് തന്നെ പരമാത്മാവിനെ അറിയാന്നുള്ളതാണ്. അച്ഛന്തയുടെ കവചം ഭേദിച്ച് ആത്മജ്ഞാനം ലഭിച്ചാൽ അത് തന്നെയാണ് പരമാത്മജ്ഞാനം. കാരണം പരമാത്മാവിൻ്റെ അതേ അംശമാണ് നമ്മുടെ ജീവാത്മാവായിട്ട് പരാശക്തിയായിട്ട് ഓരോ ശരീരത്തിലും ഇരിക്കുന്നത് എന്ന് ഭഗവാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തദാത്മാന, അത് തന്നെ താനെന്നറിഞ്ഞാലും, അതായത് ആത്മാവ് തന്നെയാണ് താനെന്നറിഞ്ഞാലും, തന്നിഷ്ടാൽ, അതിൽ തന്നെ നിഷ്ഠയുള്ളവരും, തൽപരായണ, അതിനെ തന്നെ ആശ്രയിച്ചവരുമായവർ, ജ്ഞാന നിർദൂത കൽമഷ, ജ്ഞാനത്താൽ പാപകം അകന്നവരായിട്ട്, അപുനാരാവർത്തി, അപുനാവർത്തി എന്ന് പറഞ്ഞാൽ പുനരാവർത്തി ഇല്ലാത്ത, ആ പുനരാവർത്തി എന്നാണ്. അതായത് പുനരാവർത്തി ഇല്ലാതെ, ബ്രഹ്മലോകം മുതൽ താഴേക്കുള്ളത് മുഴുവൻ പുനരാവർത്തനത്തിന് വിധേയമാണ്. അതുകൊണ്ടാണ് എപ്പോഴാണോ ആത്മജ്ഞാനം ലഭിക്കുന്നത് അതിൽ നിന്ന് പ്രാരാബ്ധ കർമ്മങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അത് പൂർത്തീകരിച്ച് കർമ്മത്തെ ശുദ്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പരമാത്മാ സാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരത്തിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും നമ്മൾ അനുഭവിച്ചറിയുന്നതാണ് യഥാർത്ഥത്തിൽ ആത്മജ്ഞാന സാക്ഷാത്കാരം എന്ന് പറയുന്നത്. സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ അനുഭവിച്ചറിയുക എന്നർത്ഥം. അത് മറ്റൊരാളെ വിശ്വസിപ്പിക്കുകയോ ബോധിക്കാനോ ഒന്നും ശ്രമിക്കണ്ട. അവിടെ അതിനൊക്കെ ശ്രമിച്ചാൽ നമ്മൾ യഥാർത്ഥ പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോകും. കാരണം മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് നമുക്കത് തൃപ്തി വരാതിരിക്കുക, അങ്ങനെയൊക്കെ ഉള്ളത് നമുക്കുള്ള സമാധാനം കൂടെ പോകുന്നർത്ഥം. അപ്പോൾ ആരെയും ബോധ്യപ്പെടുത്താനോ വിശ്വസിപ്പിക്കാനോ ഒന്നും പോകണ്ട. അവരവർക്ക് ബോധ്യം വരുന്ന അവസ്ഥയിലെത്തണം. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമുക്കെന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ കുറേശ്ശെ ആത്മജ്ഞാനത്തിൻ്റെ പാതയിൽ പാപരാഹിത്യം വന്ന് അത് കുറേശ്ശെ പ്രകാശിക്കാൻ തുടങ്ങിയാൽ പിന്നെ കുറേശ്ശെ ഇൻഡ്യൂഷനും നമുക്ക് ചില ഈശ്വരീയമായ തോന്നലുകളും അതിൻ്റെ സാക്ഷാത്കാരവും ഒക്കെ അനുഭവത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പം അത് നമ്മൾ ഇൻസ്പിറേഷൻ കൊണ്ട്, അതിൻ്റെ ഉത്സാഹം കൊണ്ട് മറ്റുള്ളവരെ അറിയിക്കാനൊക്കെ ശ്രമിക്കും, മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ തോന്നും. അതാണ് ശരിക്കും കൂടുതൽ വീണ്ടും നമ്മൾ ചക്കറിൽപ്പെടും. കാരണം ഈ സാധാരണ ജനങ്ങൾക്ക് ഭക്തിയുടെ ഈ ആത്മജ്ഞാന ബോധത്തിലേക്ക് എത്താവർക്ക് എത്ര പറഞ്ഞാലും ഇതിനെ ബോധിക്കാൻ, തന്മയീഭാവത്തിലേക്ക് അതേ ലെവലിലെത്തിയവരോട് സംസാരിച്ചാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഇതൊക്കെ വെറും തോന്നലാന്ന് പറയും. അതുകൊണ്ട് നമുക്ക് യഥാർത്ഥ ബോധത്തെ ഉറപ്പിക്കാൻ സാധിക്കാതെ വരും. അതുകൊണ്ടാണ് മറ്റുള്ളവരെ ബോധിപ്പിക്കാനോ വിശ്വസിപ്പിക്കാനോ ഒന്നും ശ്രമിക്കരുത്. അവർക്ക് ബോധ്യം വന്നാൽ മതി എന്ന് ഭഗവാൻ തന്നെ ഇതിൽ എളുപ്പിച്ച് എടുത്തു പറയുന്നുണ്ട്. ഗുണാതീത അവസ്ഥയിലാണ് ആത്മജ്ഞാനം ലഭിക്കുക. ആ ഗുണാതീതനായോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരാളെ ബോധ്യപ്പെടുത്താനൊന്നും സാധ്യമല്ല. പിന്നെ അതിന് വേണ്ടിയിട്ട് ഭഗവാൻ ഉദാസീന എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നമുക്ക് ബോധിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെങ്ങനെ ആത്മജ്ഞാനം ലഭിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ബോധ്യം വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്ഥിതി എന്താന്ന് പറയുന്നുണ്ട്. ഈ സ്ഥിതി ലഭിക്കാത്തവർക്ക്, ഈ സ്ഥിതി അറിയാൻ പറ്റാത്തവരോട് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതാണ് ഏറ്റവും വലിയ വികല്പം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് പരമാത്മാവിനെ
അറിയുക എന്ന് പറഞ്ഞത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമേ സത്യമുള്ളൂ എന്ന് സ്വയം, അതാണ് തത്പരായണ, തന്നിഷ്ടാൽ, തൻ്റെ ഇഷ്ടങ്ങളും ജ്ഞാന നിർദൂത കൽമഷ, ജ്ഞാനയജ്ഞത്താൽ പാപം അകന്നവരായിട്ട് ആ പുനരാവർത്തി എന്ന് പറഞ്ഞാൽ പുനരാവർത്തി ഇല്ലാത്ത അവസ്ഥയെ ഗച്ഛന്തി, പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അവര് പരമപദത്തിലേക്ക് ഉയരും. നമ്മൾ ജീവൻ മുക്തഭാവത്തിൽ ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് ഉയരും എന്നർത്ഥം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആവർത്തിച്ച് പറയുന്നു, മരിച്ച് കഴിഞ്ഞിട്ട് പ്രാപിക്കേണ്ട ഒരു സ്ഥാനമല്ല ജീവൻ മുക്തി. ശരീരത്തോടു ഇരിക്കുമ്പോൾ തന്നെ ഈ ആത്മജ്ഞാനം, ആത്മബോധത്തോട് ഇരിക്കുന്ന അവസ്ഥയിലാണ് ജീവൻ മുക്തി നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കൂ. അതാണ് ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള അത് മാത്രം പരമാത്മാവിനെ അറിഞ്ഞവരും അത് തന്നെ താനെന്നറിഞ്ഞാൽ അതിൽ തന്നെ നിഷ്ഠയോടുകൂടി ഇരിക്കുന്നവരും അതിനെ തന്നെ എപ്പോഴും ആശ്രയിക്കുന്നവരുമായിരിക്കുന്ന യോഗികൾ ജ്ഞാനം കൊണ്ട് പാപം അകന്നവരായിട്ട് പുനർജന്മമില്ലാത്ത പരമപദത്തെ പ്രാപിക്കും. പുനർജന്മമില്ലാത്ത പരമപദത്തെ പ്രാപിക്കും. അപ്പം ഈ ഒരു അവസ്ഥയിലേക്ക് ഉയരുന്നതാണ് യഥാർത്ഥത്തിൽ ഇത് ശരീരത്തോടു കൂടി തന്നെ ജീവൻ മുക്തഭാവം നമുക്ക് അനുഭവിച്ചറിയണം. അതാണ് ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ആത്മസാക്ഷാത്കാരം, അത് തന്നെയാണ് പരമാത്മാ സാക്ഷാത്കാരം. അപ്പോൾ അത് താൻ തന്നെയാണ് ഈ പരമാത്മാവ്, ഇല്ലേ പരാശക്തി താൻ തന്നെയാണ്. തത്വമസി എന്ന ബോധത്തിലേക്ക് നമ്മൾ ഉറയ്ക്കണം. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ആശ്ചര്യവത് പശ്ചിതകസന, ഇതൊക്കെ എത്ര പറഞ്ഞാലും വേണ്ടില്ല. ഞാൻ തന്നെ ഈശ്വരനാണെന്നുള്ള ബോധം നമുക്ക് വേണ്ടേ? അതൊന്നും ഉറയ്ക്കണ്ടേ? അത് ഇന്നുവരെ ഉറയ്ക്കുന്നില്ലയോ സാക്ഷാത്കാരാകില്ല എന്നർത്ഥം. നമുക്ക് അത് തന്നെ ആശ്ചര്യമായിട്ട് ഞാൻ ഈശ്വരനോ? അങ്ങനെ ഒരു ചോദ്യം നമ്മളിൽ തന്നെ ഉദിക്കും. നമ്മൾ ഈശ്വരനാണ് എന്നുള്ള ബോധം നമുക്ക് ഉറയ്ക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ആരാ? ഗുരു നമ്മുടെ പ്രാണനാണ്. അത് ഈ വായുവിൻ്റെ ശരീരത്ത് നടക്കുന്ന വായുവിൻ്റെ ശ്വാസത്തിൻ്റെ ഗതിവിഗതികൾ കൊണ്ടാണ് പ്രാണൻ ശരീരത്തിൽ നിൽക്കുന്നത്. നമ്മുടെ ജീവൻ ശരീരത്തിൽ നിന്ന് വിട്ടുപോയാൽ ആദ്യം നിൽക്കുന്നത് എന്താ? പ്രാണൻ. ശ്വാസഗതി നിന്ന് പോകും. ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഡോക്ടർ അറക്കാൻ നോക്കുന്ന പൾസ് ഉണ്ടോ എന്ന് നോക്കൂല്ലേ, ശ്വാസം വന്നു പോകുന്നുണ്ടോ എന്ന് നോക്കും. ഈ ശ്വാസത്തിലാണ് ശരിക്കും പ്രാണൻ നിൽക്കുന്നത്. പ്രാണവായുവിലാണ്, വായു രൂപത്തിലാണ് നമ്മുടെ ഉള്ളിൽ ജീവൻ നിൽക്കുന്നത് എന്നർത്ഥം. അത് വായു രൂപത്തിൽ തന്നെയാണ് പുറത്തേക്ക് പോകുന്നത്. അത് അപാനവായുവായിട്ടോ ബാനവായുവായിട്ടോ ഉദാനവായുവായിട്ടോ സമാനവായുവായിട്ടോ ഏത് സുഷിരത്തിൽ കൂടെ പുറത്തു പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ആ പ്രാണനെ നിലനിർത്തുന്നത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ശ്വാസത്തിൻ്റെ ഗതിവിഗതികൾ കൊണ്ടാണ്. അത് നടക്കുന്ന ഈ ശരീരമാകുന്ന ഊരിലാണ്. അത് ചലിക്കുന്ന പ്രാണശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ എന്നുള്ള അഹംബോധം. അഹംബോധം എന്ന് പറഞ്ഞാൽ ഞാനെന്ന ബോധം നമ്മളിൽ ഉദിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ആരാ? നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. നിങ്ങൾക്ക് ഈശ്വരനെ കാണണമെങ്കിൽ നിങ്ങൾ ഈശ്വരനായി മാറണം. കൃഷ്ണനെ തന്നെ ഭജിച്ചിരുന്നാൽ കൃഷ്ണനായി മാറണം എന്നർത്ഥം. കൃഷ്ണനെ തന്നെ ഭജിച്ചിരുന്നാൽ കൃഷ്ണനായി തന്നെ ഭവിക്ക വേണം എന്നാണ്. അപ്പോൾ നിങ്ങൾ ഈശ്വരനെ അറിയണമെങ്കിൽ, ഈശ്വരനെ കാണണമെങ്കിൽ, ഈശ്വരനെ കേൾക്കണമെങ്കിൽ നിങ്ങൾ ഈശ്വരനായിട്ട് മാറണം. തന്മയി ഭാവത്തിലേക്ക് എത്തണം. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞതും ആത്മസാക്ഷാത്കാരം. പക്ഷെ നമുക്ക് ആ ഒരു സ്ഥിതിയിലേക്ക് ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ഈശ്വരനാണെന്ന ബോധം എത്ര പറഞ്ഞാലും അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റില്ല. സാധാരണ ആ ഭക്തിയുടെ ഒരു ലെവലിലേക്ക് എത്താത്തവർക്ക് ഒരിക്കലും അത് പറഞ്ഞ് ഉൾക്കൊള്ളാൻ തന്നെ സാധിക്കില്ല. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ പറഞ്ഞത്, ആത്മാവിനെ പറ്റി എത്രയൊക്കെ വിശദീകരിച്ചാലും അത് തന്നെ അനുഭവിച്ചറിയേ നിവൃത്തിയുള്ളൂ. അല്ലാതെ എത്ര വിസ്തരിച്ചാലും എത്രയൊക്കെ ബോധിപ്പിക്കാൻ ശ്രമിച്ചാലും അത് അങ്ങോട്ട് ഉൾക്കൊണ്ട് നമുക്ക് ബോധ്യം വരണ്ടേ. അതുകൊണ്ടാണ് പറഞ്ഞ ആശ്ചര്യവത് പശ്ചിതകസിരേണം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യ. ആത്മാവിനെ പറ്റി പറയുന്നതും ആശ്ചര്യനെ പറ്റി ചിന്തിക്കുന്നതും ആത്മാവിനെ പറ്റി കേൾക്കുന്നതും ഒക്കെ ആശ്ചര്യമായിട്ട് നിലനിൽക്കുന്നല്ലാതെ ഇത് കേൾപ്പിക്കുന്ന ആൾക്കോ കേൾക്കുന്ന ആൾക്കോ ബോധ്യം വരുന്നതല്ല, ഉറയ്ക്കുന്നതല്ല അറിവ് എന്ന് പറയുന്നത്. അത് ഉറച്ചാലാണ് ഇവിടെ ആത്മബോധം, ആത്മജ്ഞാനം ലഭിച്ചാൽ മാത്രമേ അതാണ് ഭക്തിയുടെ 4 പടികളിൽ 4ാമത്തെ പടിയാണ് ആത്മജ്ഞാനത്തിൻ്റെ ജിജ്ഞാസുവായിട്ട് മാറണം. നമ്മൾ ഈ ദുഃഖം വരുമ്പോൾ ഈശ്വരനെ ഭജിക്കുക. തുടക്കക്കാരൊക്കെ അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ദുഃഖം മാറിക്കഴിയുമ്പോൾ ഇഷ്ടഭോഗങ്ങൾ ചോദിക്കുക, പ്രാർത്ഥനാ ബലത്താൽ അഭിഷസിദ്ധിക്കായിട്ടും ഭഗവാനെ ഭജിക്കുക.
ഇതൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്പുകൾ. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പിന്നെ ഈശ്വരൻ എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കുക, അതും ഒരു ജിജ്ഞാസയുടെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ ആ ജിജ്ഞാസയും നമ്മുടെ ഓടി നടപ്പ്, തീർത്ഥാടനം നടത്തുക, എവിടെയൊക്കെ ഈശ്വരൻ്റെ ശക്തി കൂടുതൽ പോസിറ്റീവ് എനർജി ഉള്ളത് പറഞ്ഞു കേട്ടിട്ടുള്ള ഇതിഹാസങ്ങളും ഉള്ള തീർത്ഥസ്ഥാനങ്ങളും തീർത്ഥ നദികളും ഇങ്ങനെ മഹാത്മാക്കൾ തപം ചെയ്ത സ്ഥലങ്ങളും ഇങ്ങനെ ചാർധാമും ഇങ്ങനെയൊക്കെയുള്ള ആ തീർത്ഥാടനത്തിൻ്റെ ഭാവമാണ് അന്വേഷിച്ച് നടക്കുക എന്ന് പറയുന്നത്. അതും കഴിഞ്ഞിട്ട് ഒരിടത്ത് ഇരുന്നിട്ട് യഥാർത്ഥത്തിൽ ഞാൻ ആരാണ്, ആത്മാവാണോ എന്നുള്ള ആത്മാന്വേഷണത്തിലേക്ക് ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് അന്വേഷണം തുടങ്ങുന്നതാണ് രമണ മഹർഷി പറയാവുന്നത്. ചുമ്മാ ഇരി, എന്നിട്ട് നീ ആരാ, നിന്നെ കൊണ്ട് ഈ ചോദ്യം ചോദിപ്പിക്കുന്നത്, നിന്നെ ഈ അന്വേഷിപ്പിക്കുന്നത് ആരാന്ന് അന്വേഷിക്കൂ എന്ന് ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ആത്മജ്ഞാന അന്വേഷണത്തിലേക്ക് എത്തുക. അതിൽ ആത്മാവ് എന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസയാണ് നമുക്ക് 4ാമത്തെ സ്റ്റെപ്പിൽ അതുണ്ടാവുള്ളൂ. അതുണ്ടായാലേ നമ്മൾ ഈ ആത്മജ്ഞാന പാതയിലേക്ക് അതിനെന്താ ചെയ്യണ്ടേ, അതിനുള്ള കർമ്മയോഗം എന്താ, അതിന് ഗുരുവിനെ തരണോ, ഇല്ലെങ്കിൽ ഇതേപ്പറ്റി അറിയാനുള്ള ആകാംക്ഷ എന്താണ് ആത്മാവെന്നുള്ള അറിയാനുള്ള ജിജ്ഞാസുവായിട്ട് മാറുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഭക്തിയുടെ സാക്ഷാത്കാരത്തിലെ പരമാത്മാ സാക്ഷാത്കാരത്തേക്കുള്ള പാതയിൽ പ്രവേശിച്ചു എന്ന് പറയാൻ പറ്റൂ. ബാക്കിയൊക്കെ ഉപരിപ്ലവമായിട്ട് 3 മാർഗങ്ങളും ശ്രേഷ്ഠം തന്നെയാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. പക്ഷേ ആത്മജ്ഞാനികളാണ് എനിക്ക് ഏറ്റവും പ്രിയം എന്ന് പറയേണ്ടത്. സത്യം അറിയാൻ ശ്രമിക്കുന്നവരെ ഭഗവാൻ ഇഷ്ടമുള്ളൂ. ബാക്കിയൊക്കെ ആ പാതയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്, ഭക്തിയിൽ ആ ഒരു മാർഗത്തിലേക്ക് ദൃഢത ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഭഗവാൻ നമ്മൾ ആദ്യമൊക്കെ ഇഷ്ടഭോഗങ്ങളൊക്കെ ചോദിച്ചാൽ തരും. അത് ഭക്തിയിൽ ദൃഢത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് ഇനിയുള്ള അധ്യായങ്ങളിൽ ഒന്നോടെ സാക്ഷാത്കരിച്ച് പറയുന്നുണ്ട് ഭഗവാൻ. അപ്പോൾ അതുകൊണ്ട് ഈ പരമാത്മാവിനെ അറിയുക, അത് സ്വയം അനുഭവിച്ചറിയാന്നേ പറ്റുള്ളൂ. വിശ്വാസം കൊണ്ടായില്ല. ഈശ്വരനെ വിശ്വസിക്കാനുള്ളതല്ലെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് കാരണം എന്താ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഈശ്വരനെ വിശ്വസിക്കുന്ന ആളോട്, എന്നോടടക്കം ഈശ്വരൻ എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചാലൊന്നും അത് ഇന്ന് വരെ ആർക്കും കാണിച്ചു തരാൻ സാധിക്കില്ല. കാരണം എന്താ, അത് അനുഭവിച്ചറിയേ നിവർത്തിയുള്ളൂ. തെളിവ് ചോദിച്ചാൽ പ്രമാണം കൊടുക്കാൻ പറ്റില്ല. ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നവർക്ക് പോലും ഈശ്വരൻ ഇല്ല എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയും. സാധിക്കില്ല. ഈ ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നത് തന്നെ ഈശ്വരൻ്റെ ശക്തി വെച്ചിട്ടാ. ഈശ്വരൻ ഉണ്ടെന്ന് പറയുന്നവരും അതെ. പക്ഷെ ഉണ്ടെന്ന് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഈ തെളിവ് അന്വേഷിക്കുന്ന യുക്തിവാദികളോ നിരീശ്വരവാദികൾക്കൊക്കെ ഞങ്ങൾക്ക് തെളിവ് കാണിച്ചാലേ വിശ്വസിക്കൂ. ഭൗതികമായിട്ട് തെളിവെന്ന് പറയുന്നത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ല. ഈശ്വരൻ അവ്യക്ത സ്വരൂപ, പിന്നെ എങ്ങനെ പ്രമാണം കാണിച്ചു കൊടുക്കുക? പിന്നെ എന്താ അതിനുള്ള മാർഗം? അനുഭവിച്ചറിയുക. ചിന്തയിലും വാക്കിലും നമ്മുടെ ശക്തി യഥാർത്ഥത്തിൽ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതും പറയിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും ആ ഈശ്വര ശക്തി തന്നെയാണ് നമ്മുടെ ജീവനായിട്ട് ജീവാത്മാവായിട്ട് ഈ ശരീരത്ത് വർത്തിക്കുന്നത് എന്ന ബോധ്യം അനുഭവിച്ചറിയണം എന്നർത്ഥം. അതില്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാനോ പറയാനോ ഈശ്വരൻ ഉണ്ടെന്നോ ഇല്ലെന്നോ പോലും പറയാൻ സാധ്യമല്ല. അതൊരു ബോധ്യം വരണം. അത് അവനവന് പ്രമാണമായാൽ മതി, അല്ലാതെ മറ്റുള്ളവർക്ക് തെളിയിച്ചു കൊടുക്കാമെന്ന് സാധ്യമല്ല. അതുകൊണ്ട് ഫലത്തിൽ തുടക്കക്കാരൊക്കെ അന്ധവിശ്വാസികളാണെന്ന് ഞാൻ പറയാം. നിരീശ്വരവാദിയായാലും ഈശ്വരവാദിയായാലും തുല്യരാ. അവർ 2 കൂട്ടർക്കും പ്രമാണം തെളിയിച്ചു കൊടുക്കാൻ സാധിക്കാത്തിടത്തോളം അവർ അന്ധവിശ്വാസികളാണ്. പിന്നെ വിശ്വാസിയാകണമെങ്കിൽ അനുഭവിച്ചറിയണം. അതാണ് ഏറ്റവും വലിയ. അപ്പോൾ നമ്മൾ ഇന്ന് വരെ ഈശ്വരനും ഞാനും വേറെ വേറെയാണ്, 2ആയിട്ട് കാണുന്നു. അന്നു വരെ ഒരിക്കലും നിങ്ങൾക്ക് ഈശ്വര സാക്ഷാത്കാരം സാധ്യമല്ല. അത് തന്നെയാണ് പരമാത്മാവ് തന്നെയാണ് താനെന്നുള്ള ബോധം ഉറയ്ക്കണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമ്മുടെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുക. എത്ര ഭക്തി കൊണ്ട് പോയാലും ഞാൻ ഈശ്വരനാണെന്ന് അങ്ങോട്ട് ബോധിക്കാൻ കുറച്ച് വിഷമമാണ്. ഞാനുണ്ടെന്നുള്ള ബോധം തന്നെയാണ് യഥാർത്ഥത്തിൽ ആത്മബോധം. ജീവൻ ശരീരത്തില്ലെങ്കിൽ ഞാൻ ഉണ്ടെന്നോ ഇല്ലെന്നോ നമുക്ക് പറയാൻ പറ്റുമോ? ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല. ആത്മാവ് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയണമെങ്കിൽ പോലും നമ്മുടെ ശരീരത്ത് ബോധം വേണം. നമ്മുടെ ശരീരത്തിലെ ഏത് തരം പ്രവർത്തനങ്ങളും നടക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ജീവൻ അവ്യക്ത സ്വരൂപമായിരിക്കുന്ന ആ ജീവൻ്റെ അംശം ഉണ്ടായിരിക്കണമല്ലോ. അതില്ലെങ്കിൽ ഒരു നിരീശ്വരവാദിക്ക് പോലും ഈശ്വരൻ ഇല്ല എന്ന് പറയണം, ഉണ്ടെന്നോ പറയണമെന്നുണ്ടെങ്കിൽ ജീവൻ ശരീരത്തുണ്ടായിരിക്കണം. അത് തന്നെയാണ് ആത്മാവ്. അതിനെയൊന്നും ഉറക്കണ്ടേ? ആ ആത്മാവ് തന്നെയാണ് താൻ. അപ്പോൾ ആത്മാവ് തന്നെയാണ് പരമാത്മാവ്. ആ പരമാത്മാവ് തന്നെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നതും. അതിനെയൊന്നും ഉറക്കണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ എപ്പോഴും അതിനെ തന്നെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. അപ്പോൾ ആശ്രയിക്കുന്ന
യോഗികൾ, യതികള് ജ്ഞാനം കൊണ്ട് പാപം അകന്ന് പാപരാഹിത്യം വരുന്നവർക്ക് മാത്രമേ പുനർജന്മം ഇല്ലാത്ത പരമപദത്തെ പ്രാപിക്കാൻ സാധിക്കും. പുണ്യമോ പാപമോ ഉണ്ടാകാൻ പാടില്ല. അപ്പോഴേ ഇത് രണ്ടും ഉണ്ടായാലും നമുക്ക് ബന്ധനത്തിൽപ്പെടും. അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് വരേണ്ടി വരും. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നവും. നമ്മൾ പുനരാവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം ചെയ്തവർ മാത്രമല്ല പുനർജനിക്കുക, പുണ്യം ചെയ്തവരും ജനിക്കുക. കാരണം അതിൻ്റെ സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ട് വരണം. നമ്മൾ ഓരോ ജന്മത്തിലും പൂർവ്വജന്മത്തിൽ ചെയ്തതിൻ്റെ സുഖവും ദുഃഖവും ഒക്കെ ഈ ജന്മത്തെ അനുഭവിക്കുന്നുണ്ട്. ഈ പൂർവ്വജന്മ കർമ്മഫലമാണ് ഈ ജന്മത്തെ അനുഭവിക്കണത്. അപ്പം അത് ഈ ജന്മത്തിൽ പൂർത്തീകരിച്ച് ആ പഴയതൊക്കെ തീർത്തിട്ട് പുതിയതായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യാതിരുന്നാൽ മാത്രമാണ് കർമ്മത്തെ ശുദ്ധി വരിക. അപ്പോഴേ കർമ്മം മുഴുവൻ തീർന്നാലേ പുനർജന്മം ഇല്ലാതിരിക്കും. അതാണ് കർമ്മത്തെ ശുദ്ധി വരിക എന്നർത്ഥം. അത് ശുദ്ധി വരാൻ എന്താ എളുപ്പം? ഫലയിച്ചില്ലാതെ കർമ്മം ചെയ്യുക, ആസക്തി ഇല്ലാതെ കർമ്മം ചെയ്യുക, കർത്തൃത്വ അഭിമാനം വിട്ടിട്ട് കർമ്മം ചെയ്യുക. ഭഗവാൻ എളുപ്പമാർഗം പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ അഹംബോധം, ആത്മാവാണെന്നുള്ള ബോധം, നാം ഈശ്വരനാണെന്നുള്ള ബോധത്തിൽ ചെയ്താലേ നമുക്ക് നിമിത്തമാത്രം ഈ ശരീരം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. ശരീരം ആദ്യം കലു ധർമ്മസാധ, കർമ്മത്തിന് ക്ഷതം വരാതെ പ്രവർത്തിച്ച് കർമ്മശുദ്ധി വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ശരീരം തന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ധർമ്മക്ഷേത്രം എന്ന് പറയുന്നത്. പക്ഷേ അതുകൊണ്ട് ആ പാപം അകന്നവനായിട്ട് ഈ ഒരു ബോധ്യം വന്നാൽ, ഈ ആത്മബോധം നമുക്കുണ്ടായാൽ പിന്നെ എന്താണ് ഉണ്ടാകുക? വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേക വിഹസനി ശുനി ചൈവ ശാപകേജ പണ്ഡിത സമദർശന. ആ ഒരവസ്ഥയിലേക്ക് എത്തിയാൽ വിദ്യാ വിനയസമ്പന്നെ, വിദ്യാ വിനയസമ്പന്നനായിരിക്കുന്ന, അതായത് ബ്രാഹ്മണനിലും ഗവിഹസ്തനി പശുവിലും ആനയിലും ശുനി ച ശ്വാപകേജ ശ്വാവിലും ശ്വാവിനെ തിന്നുന്നവനിലും പണ്ഡിത സമദർശന, പണ്ഡിതന്മാർ ആത്മജ്ഞാനികൾ സമദർശികളാകുന്നു. അതായത് പശു എന്ന് പറയുന്ന മൃഗങ്ങൾ, അത് ഒരു വിദ്യാവിനയസമ്പന്നനായ അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന ഒരു ബ്രാഹ്മണനിലും പശുവിലും, പശു എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ ഒക്കെ വരും. പശു എന്ന് പറഞ്ഞാൽ ഗോക്കളെയും എന്നുദ്ദേശിക്കുകയും ചെയ്യാം. പിന്നെ ആന എന്ന് പറയുന്നത് ഏറ്റവും വലിയ മൃഗമായിരിക്കുന്ന ആനയിലും, പിന്നെ ശ്വാവ് എന്ന് പറയുന്ന ആരാ? പട്ടി, നായയിലും. ഇനി പട്ടിയെ തിന്നുന്നവരെ, ശ്വാവിനെ തിന്നുന്നവരായാലും പണ്ഡിതന്മാർ ആത്മജ്ഞാനികൾ സമദർശികളാകുന്നു. ഇതെല്ലാം വർത്തിക്കുന്ന ജീവൻ ഒന്ന് തന്നെയാണെന്ന് ആര് വിചാരിക്കും? ആത്മജ്ഞാനികൾ. അതാണ് വിദ്യയും വിനയത്വമുള്ള ബ്രാഹ്മണനിലും പശുവിലും ആനയിലും ശ്വാവിലും ശ്വാവിനെ തിന്നുന്നവനിലും ആത്മജ്ഞാനികൾ സമദൃഷ്ടിയുള്ളവരത്രേ. ആത്മജ്ഞാനികൾ സർവവും ബ്രഹ്മമായി കാണുന്നു. ഭേദബുദ്ധി അശേഷമില്ലാതെ അവർ സമദർശികളായിരിക്കുന്നു. തൂണിലും തുരുമ്പിലും നടപ്പിലും എടുപ്പിലും എല്ലാത്തിലും ഈശ്വരനെ കാണാൻ സാധിക്കണം. അത് തന്നെയാണ് തന്നിലുള്ള ആത്മാവ് തന്നെയാണ്. ആ ആത്മഭാവത്തെ നമ്മൾ വീക്ഷിച്ചാൽ ഈ സൂര്യചന്ദ്രാദി നക്ഷത്രഗോളങ്ങളും സസ്യലതാദികളും പക്ഷി മൃഗാദികളും, അത് ഇവിടെ നായ വരെ പറയുന്നുണ്ട്. അപ്പം എന്താ പറഞ്ഞേ, ചെറിയ ചെറിയ കീടമുക്കോട, പുഴും ബാക്ടീരിയയും എന്തൊക്കെ വേണം, അമീബ, കൊതുക് എന്ന് വേണ്ട എന്തൊക്കെ നമ്മൾ ഈ ജീവജാലങ്ങളായിട്ടോ അല്ലാതെയോ സ്ഥിരമായിട്ട് എന്താ പറഞ്ഞേ സാവര ജംഗമ വസ്തുക്കളായിട്ട് ഈ പ്രപഞ്ചത്തെ നമ്മൾ കണ്ടും കേട്ടും അനുഭവിക്കുന്നുണ്ടോ, അതൊക്കെ ആത്മാവായിട്ട് കാണണം. അതാണ് നമ്മുടെ ഉള്ളിലുള്ള അതേ ആത്മാവ് തന്നെ എല്ലാത്തിലും വർത്തിക്കുന്നു എന്നുള്ള ഇതിലേക്ക്, അതവിടെയാണ് സമദർശനം. ആത്മാനുഭൂതി, നമുക്ക് അദ്വൈത അനുഭൂതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ നിന്നാണ് പലതായിട്ട് കാണുന്നതും പലത് തന്നെയാണ് ഒന്നായിട്ട് കാണുന്നത് എന്ന് ഒരവസ്ഥയിലേക്ക് നമ്മൾ ചിന്തിക്കാൻ സാധിക്കും. ആ ഒരു ചിന്ത ഉറച്ചാലാണ് നമ്മൾ അദ്വൈത അനുഭൂതി, എല്ലാത്തിലും സമദർശനം എന്ന ഭാവനയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഇല്ലെങ്കിൽ ഞാൻ, നീയെ, എൻ്റേത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്വാർത്ഥ താല്പര്യത്താൽ വരുന്ന വാക്കുകളൊക്കെ നമ്മളിൽ ഉറച്ചിരിക്കുക. ഞാനും എൻ്റേതും, ഞാനും എൻ്റേത്, ഞാനും നീയും, എൻ്റെയും നിൻ്റെയും, നിങ്ങളും ഞങ്ങളും എന്നൊക്കെ ഈ പറയുന്ന വ്യത്യസ്ത, അതായത് സങ്കല്പ വികല്പങ്ങളിലേക്ക് പോകുന്നത് സമദർശനം ഇല്ലാത്തത് കൊണ്ടാണ് എന്നർത്ഥം. അതുകൊണ്ട് സമദർശനം ആത്മജ്ഞാന തലത്തിൽ എത്തിയാലേ നമുക്ക് സമദർശനം ഉണ്ടാവുള്ളൂ എന്നിവിടെ ഭഗവാൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പം
നമുക്ക് ആത്മജ്ഞാനം എപ്പോൾ ലഭിക്കുന്നോ അപ്പോൾ മാത്രമേ എന്നിലുള്ള അതേ ശക്തി തന്നെയാണ് നിങ്ങളിൽ ഓരോരുത്തരും ഇരിക്കുന്നത് എന്നുള്ള ഒരു ബോധത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കും. അതാണ് ഇഹൈവ തൈർജിത സർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാൽ ബ്രഹ്മണി തേ സ്ഥിത. യേഷാം മന സൗമ്യേ സ്ഥിതം. യാതൊരുത്തരുടെ മനസ്സ് എല്ലാം സമം എന്ന ബോധത്തിൽ സ്ഥിതി ചെയ്യുന്നുവോ, എല്ലാം സമദർശനത്തിലേക്ക് എത്തുന്നോ, തൈ ഇഹ ഏവ സർഗജിതാഹ, അവരാൽ ഇവിടെ തന്നെ സംസാരം ജയിക്കപ്പെട്ടിരിക്കുന്നു. ഹി ബ്രഹ്മ നിർദോഷം സമ, എന്തെന്നാൽ ബ്രഹ്മം ദോഷരഹിതവും സമവുമാണ്. തസ്മാൽ തേ ബ്രഹ്മണി സ്ഥിത, അതുകൊണ്ട് അവർ ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥം. ആരുടെ മനസ്സ് സർവരും സമമാണെന്ന ബോധത്തിൽ സ്ഥിതി ചെയ്യുന്നു ഓ അവർ ഈ ജന്മത്തിൽ തന്നെ സംസാരത്തെ ജയിച്ചിരിക്കുന്നു. എന്തെന്നാൽ ആ ബ്രഹ്മം ദോഷരഹിതവും സമവുമാണ്. പക്ഷപാതമില്ല. സ്ത്രീയിലും പുരുഷനിലും ഈ പറയുന്ന ആനയിലും പട്ടിയിലും പൂച്ചയിലും എന്തൊക്കെ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അതിലെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഒരേ ആത്മാവ് തന്നെയാണെന്നുള്ള ബോധം. അത് എല്ലാവരിലും ഇരിക്കുമ്പോഴും വ്യത്യസ്തമായ സംസ്കാരത്തിലും സ്വഭാവത്തിലും ഒക്കെ വർദ്ധിക്കുന്നുണ്ടെങ്കിലും ആത്മാവെന്ന് പറയുന്ന ദോഷരഹിതമാണ്, പക്ഷപാതമില്ലാത്തതാണ്, സമാവസ്ഥയിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ എല്ലാവർക്കും ഒരേപോലെയാണ് ലഭിച്ചിരിക്കുന്നത്. അത് ടോട്ടലി സമമാണ്. അതുകൊണ്ട് അവർ ബ്രഹ്മത്തിൽ തന്നെ ചെയ്യുന്നു. അത് മനസ്സിലാക്കാൻ, അത് ഉറച്ചു നിൽക്കുന്ന ഒരാൾക്കാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മനിഷ്ഠനായിട്ടിരിക്കാൻ സാധിക്കൂ. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മമായി ഭവിക്കുന്നു, കൃഷ്ണനെ അറിഞ്ഞവൻ കൃഷ്ണനായി ഭവിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ എന്ന ശ്രുതി വചനമുണ്ട്. ഇവിടെ ഈ ജീവിതത്തിൽ ഈ ദേഹത്തോടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ആത്മാനുഭൂതി കൈവരിച്ച് സംസാര സമുദ്രം തരണം ചെയ്ത് ബ്രഹ്മപദം പ്രാപിക്കാൻ കഴിയുമെന്ന് ഗീത വെളിപ്പെടുത്തുന്നു. നമുക്ക് ഈ ജന്മത്തിൽ തന്നെ ഈ ശരീരത്തോടു കൂടി, നിങ്ങൾക്ക് ഏതേത് ശരീരം ബ്രാഹ്മണൻ്റെ ആണോ ഇല്ലെങ്കിൽ മറ്റ് ജാതി മതങ്ങളിൽ പെട്ടതാണോ, ഇതൊന്നും നമുക്ക് വ്യത്യസ്തമായിട്ട് ചിന്തിക്കേണ്ടതില്ല. എല്ലാത്തിലും വർത്തിക്കുന്നത് ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ആ ആത്മാനുഭൂതി കൈവരിച്ച് ഈ സംസാര സമുദ്രത്തെ ഈ ജന്മത്തിൽ തന്നെ ഈ ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ബ്രഹ്മപദം പ്രാപിക്കാൻ കഴിയുമെന്ന് ഗീത വെളിപ്പെടുത്തുന്നു എന്നർത്ഥം. നമുക്ക് ഇതിൽ നമുക്കിഷ്ടമുള്ള ഓപ്ഷനുണ്ട്. ഒന്ന്, നമ്മൾ മനുഷ്യനായിട്ട് ജനിച്ചപ്പോൾ തന്നെ മധ്യസ്ഥനായിട്ട് രജോഗുണാത്മകനായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. ആ സ്ഥിതി നിലനിർത്താൻ സാധിക്കുന്നത് തന്നെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ പറയണത്. കാരണം ഇനി ഒരു അധോ ജന്മത്തിൽ പക്ഷി മൃഗാദികളുടെ ഒക്കെ കാറ്റഗറിയൊക്കെ കഴിഞ്ഞിട്ടാണ് മനുഷ്യജന്മത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ മധ്യസ്ഥനാണ്. ഒന്നുകിൽ ഉയരാം, ഇല്ലേ താഴെ അധപ്പതിക്കാം. തിരിച്ച് മൃഗങ്ങളുടെ പക്ഷി മൃഗാദികളുടെ ജന്മത്തിലേക്ക് പോകാം. ഉയർച്ചയിലേക്ക് പോയാൽ ദേവഗണത്തിലേക്ക് ഉയരാം. ഇതിലേത് വേണമെങ്കിലും നമുക്ക് ഓപ്ഷനുണ്ട്. ഞാൻ ആദ്യം പറയുന്നത്, നമ്മൾ മനുഷ്യജന്മത്തിൽ തന്നെ ഈ വിശേഷ ബുദ്ധിയോടുകൂടി നിലനിൽക്കാൻ ആദ്യം അധപ്പതിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. അതുകൊണ്ടാണ് തമോ ഗുണത്തെ ജയിക്കണം എന്ന് പറയുന്നത്. തമസിനെ ജയിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? നമുക്ക് പൂർവ്വജന്മ ഈ 84 ലക്ഷം തരം ജീവജാലങ്ങളായിട്ട് ജനിച്ചിട്ട് അനുഭവിച്ച ആ വാസനാബലം കിടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ സെൻസും ഇല്ലെങ്കിൽ DNA നമ്മുടെ കയ്യിലുണ്ടെന്നർത്ഥം. അപ്പോൾ അധപ്പതിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ വാസനാബലം കൊണ്ട് തന്നെ നമ്മൾ അധപ്പതിച്ചു പോകും. അതായത് ഏതിനോടാണ് നമ്മൾ ഏതെങ്കിലും തരത്തിൽ മമതാബന്ധം വയ്ക്കുന്ന മറ്റ് ജീവജാലങ്ങളോട്, നമുക്ക് ജനിക്കുമ്പോൾ തന്നെ ചില ജീവികളോടൊക്കെ ചിലർക്ക് ഇഷ്ടം കൂടുതലാണ്. അതിനെ വളർത്തണം എന്നുള്ള മോഹമൊക്കെ ഉണ്ടാകും. ചിലർ അതിനെയും വളർത്തിക്കൊണ്ട് ജീവിതകാലം മുഴുവൻ കഴിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്താ കുഴപ്പം? അതിൽ വാസനാബലം ഉണ്ടായാൽ ആ വാസനാബലം വന്നത് തന്നെ പൂർവ്വജന്മാർജിത. അപ്പം ആ വാസനാബലം വെച്ചുകൊണ്ട് വളർത്തു മൃഗങ്ങളോടും, അതായത് മനുഷ്യജന്മം കിട്ടിയിട്ടും മൃഗങ്ങളെ പരിപാലിച്ചോ അതിനോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിലോ മൃഗങ്ങളെ കൊന്നു തിന്ന് വാസനാബലം വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്താൽ അതായിട്ട് ജനിക്കാനിട വരും. അതുകൊണ്ടാണ് ഒന്നിനോട് അറ്റാച്ച്മെൻറ്റ് വെക്കരുത്, മമതാബന്ധം വെക്കരുത്. നീ കഴിക്കണേ കഴിച്ചോളൂ, പക്ഷേ അതിൽ വാസനാബലം ഉണ്ടാകും എന്നുള്ളത് അറിഞ്ഞിരിക്കണം. സ്ഥിരമായിട്ട് കഴിച്ചാലാണ് വാസനാബലം അത് ക്രിയേറ്റ് ആവും. അപ്പോൾ അങ്ങനെ അറ്റാച്ച്മെൻറ്റ്, വളർത്തു മൃഗങ്ങളെ ആയാലും പട്ടിയെ വളർത്തോ പൂച്ചയെ വളർത്തോ ഒക്കെ ചെയ്തോളൂ, പക്ഷെ അതിനോട് ലിമിറ്റ് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടായാൽ, ഭരത മഹർഷിയുടെ കുട്ടി ചിലപ്പം മാനിനോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടായി പിന്നത്തെ ജന്മത്തിൽ മാനായിട്ട് ജനിച്ചു. അപ്പം ഓപ്ഷൻ നമ്മുടെയാണ്.
അപ്പോൾ മനുഷ്യജന്മം കിട്ടിയത് നമുക്ക് മുകളിലേക്കോ താഴേക്കോ പോകാൻ തൽസ്ഥിതി നിലനിർത്താം. അപ്പോൾ ആദ്യം നമ്മൾ തൽസ്ഥിതി നിലനിർത്താൻ പഠിക്കണം എന്നാണ് പറഞ്ഞു. അപ്പോൾ ഈ ശരീരത്തോടു കൂടി ശ്രേഷ്ഠമായ അനേക ജന്മം പക്ഷി മൃഗാദികളായിട്ടും എന്തൊക്കെയായിട്ട് സ്ഥാവര ജംഗമങ്ങളായിട്ടൊക്കെ നിലനിന്നിട്ടാണ് 84 ലക്ഷം കാറ്റഗറീസിൽ ജന്മം കിട്ടിയിട്ട് ദൈവിക സമ്പത്തും ആസുരീ സമ്പത്തും 50-50% തുലനാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു ആത്മാവിനാണ് മനുഷ്യ ശരീരം കിട്ടുക. ആ മനുഷ്യ ശരീരത്തെ, അതുകൊണ്ടാണ് ഈ ശരീരത്തോടുകൂടി മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വകതിരിവോട് കൂടിയിട്ട് ഇതൊക്കെ ഈശ്വരൻ എന്താണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞ് അതിന് നമ്മൾ അന്വേഷിക്കാതെ തന്നെ ഭഗവാൻ ഇവിടെ ഇതൊക്കെ പറഞ്ഞു തരുന്നുണ്ടല്ലോ. അപ്പം അത് പറഞ്ഞ് കേട്ടിട്ടെങ്കിലും നമ്മൾ ആ ഒരു തലത്തിലേക്ക് ഉയരാൻ ശ്രമിക്കണം. അപ്പൊ അതുകൊണ്ട് രജോ ഗുണത്തെ വർദ്ധിപ്പിച്ച് ജീവിച്ചാൽ മനുഷ്യജന്മത്തിൽ തന്നെ നിൽക്കും. തമോ ഗുണത്തെ ആശ്രയിച്ചാൽ അധോ ജന്മത്തിലേക്ക് പോകും. ഇനി മനുഷ്യജന്മത്തിൽ നിന്നുകൊണ്ട് സത്വഗുണത്തിലേക്ക് എത്തുമ്പോഴേ ഈ അറിവ് തന്നെ ശേഖരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സുഖം വേണമെന്നാണല്ലോ എല്ലാവരും ഒക്കെ. ആ സുഖം അനുഭവിക്കണേ സത്വഗുണത്തെ വർദ്ധിപ്പിക്കണം. രജോ ഗുണത്തെ വർദ്ധിപ്പിച്ചാൽ താൽക്കാലിക ഇന്ദ്രിയഭോഗ സുഖങ്ങളൊക്കെ കിട്ടുമെങ്കിലും അത് പ്രേയസാണ്. അതിൽ നിന്ന് പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ഇനി ഈശ്വരൻ്റെ അടുത്ത് നിന്ന് ഇഷ്ടഭോഗങ്ങൾ നമുക്ക് സുഖിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇഷ്ടഭോഗങ്ങൾ ചോദിച്ചാൽ അത് ഭഗവാൻ നമ്മളെ ഭക്തി ഉറയ്ക്കാൻ വേണ്ടിയിട്ട് തരുകയൊക്കെ ചെയ്യും. പക്ഷേ അതേ കാരണം കൊണ്ട് ദുഃഖിക്കുന്നുള്ളത് രജോ ഗുണത്തിൻ്റെ പ്രഭാവം കൊണ്ട് അത് നമ്മൾ ദുഃഖിക്കാൻ ഇടവരും. അതും കൂടെ മനസ്സിലാക്കണം എന്നർത്ഥം. ആ വകതിരിവ് ഉണ്ടാകിക്കണം. അപ്പോൾ അങ്ങനെ വകതിരിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ശരീരത്തോടു കൂടി തന്നെ ഈശ്വര സാക്ഷാത്കാരം ശ്രമിക്കണം. അത് സാധിക്കുന്നതാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മമായി ഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ന ശ്രുതിവചനമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ ജീവിതത്തിൽ ഈ ദേഹത്തോടു കൂടി ഇരിക്കുമ്പോൾ തന്നെ ആത്മാനുഭൂതി കൈവരിച്ച് സംസാരം സമുദ്രം തരണം ചെയ്യൂ. അതിനുള്ള മാർഗമാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അത് പ്രാപിക്കാൻ സാധിക്കുമെന്ന് ഗീത വെളിപ്പെടുത്തുന്നതുകൂടി ഇവിടെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ രജോ ഗുണത്തിൽ നിന്ന് ഈ തരം ശാസ്ത്രമൊക്കെ മനസ്സിലാക്കുന്നതാണ്. സത്വഗുണത്തിൻ്റെ പ്രഭാവം കൊണ്ടാണ് നമ്മൾ ജിജ്ഞാസുവാകുന്നതും ഇതൊക്കെ കുറേശ്ശെ പാവരാഗത്യമൊക്കെ വന്നിട്ട് ഇതൊക്കെ പഠിക്കണം, അവസരം കിട്ടുമ്പോഴൊക്കെ ഇത് പഠിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് സാത്വിക ഭാവം നമ്മളിൽ വർദ്ധിക്കുമ്പോഴാണ്. ആ സാത്വിക ഭാവം വർദ്ധിപ്പിച്ച് യഥാർത്ഥ ജ്ഞാനം ലഭിച്ചാൽ സാത്വികതയും കൂടെ ജയിക്കണം. അതെങ്ങനെയാ? ഈ ജ്ഞാനം കൊണ്ട് ലഭിക്കണം. പക്ഷേ ഈ ജ്ഞാനം കുറച്ച് ശേഷം കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ അഹങ്കാരം ബലം ദർപ്പമൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അതപ്പതിക്കാൻ ഇടവരും. അതാണ് കുഴപ്പം. ബ്രഹ്മജ്ഞാനികളായാലും വേണ്ടില്ല, ചില വാസനാബലം വിട്ടുപോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അത് ഈ ബ്രഹ്മജ്ഞാനം കിട്ടിയാലും ആ വാസനാബലത്തിൽ പ്രവർത്തിക്കുമ്പോൾ ചിലപ്പം വീണ്ടും പോയിട്ട് കർമ്മബന്ധനത്തിൽപ്പെടും. അതാണ് അതപ്പതിപ്പിക്കെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അതുകൊണ്ട് നാ പ്രകർഷ്യേത് പ്രിയം പ്രാപ്യ നാ തിജേജ് പ്രാപ്യജാ പ്രിയം സ്ഥിരബുദ്ധിര സമ്മൂഢോ ബ്രഹ്മവിദ് ബ്രഹ്മണി സിത. സ്ഥിരബുദ്ധി അസമ്മൂഢ, സ്ഥിരബുദ്ധിയും മോഹം നശിച്ചവനും. അസമ്മൂഢൻ എന്ന് പറഞ്ഞാൽ മൂഢത്വമില്ലാത്തവൻ, മൂഢത്വത്തെ ജയിച്ചവൻ, അജ്ഞതയെ ജയിച്ചവൻ എന്നാണ് അസമ്മൂഢൻ. സമ്മൂഢൻ എന്ന് പറഞ്ഞാലോ അത് മൂഢത്വത്തിൽ നിലനിൽക്കുന്നവൻ എന്നാണ്. അസമ്മൂഢനായാലോ മൂഢത്വമില്ലാത്തവൻ. അപ്പോൾ അതുകൊണ്ട് ഈ ഭൗതികമായിട്ടുള്ള സാക്ഷാത്കാരത്തിന് ശ്രമിച്ചാൽ അതൊക്കെ മൂഢത്വമാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വായിച്ചതിൽ ബ്രാഹ്മണ ഭക്തിമാരും ബ്രാഹ്മണനും തമ്മിലുള്ള വ്യത്യാസം നോക്കണം. അവിടെ കർമ്മഠന്മാരെന്നാണ് ഭഗവാൻ പറഞ്ഞത്. കർമ്മഠൻ എന്ന് പറഞ്ഞാൽ അവിടെ യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ ചെയ്യുന്നത് ശ്രേഷ്ഠമാണ്. എന്നിട്ട് ഭഗവാൻ തന്നെ പറഞ്ഞു വിട്ടിട്ടും ഭഗവാനെ യഥാർത്ഥത്തിൽ പരമാത്മാവായിട്ട് ബ്രാഹ്മണർക്ക് കാണാൻ സാധിച്ചില്ല. അവർ യജ്ഞങ്ങളും യാഗം നടത്തുന്നിടത്ത് കുട്ടികൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ആദ്യം പറഞ്ഞു വിട്ടത് ആരാ? ഈ ബ്രാഹ്മണരുടെ അടുത്തേക്കാണ് പറഞ്ഞു വിട്ടത്. കൃഷ്ണൻ പറഞ്ഞു വിട്ടതാ. കൃഷ്ണനും ബലരാമനും ഇവിടെ വന്നിട്ടുണ്ട്, അവരാണ് ഞങ്ങളെ പറഞ്ഞു വിട്ടതെന്ന് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞു. എന്നിട്ട് വിശക്കുന്നുണ്ട്, വിശപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അന്നം തന്നുവിടാൻ വേണ്ടിയിട്ടാണ്, അത് വാങ്ങാനാണ് ഞങ്ങൾ വന്നേക്കണേന്ന് പറഞ്ഞിട്ട് ഈ ബ്രാഹ്മണർക്ക് കൃഷ്ണനെ മനസ്സിലായില്ല, കൃഷ്ണനെയും ബലരാമനെയും മനസ്സിലായില്ല. അവർ യാഗങ്ങളും ശാസ്ത്രവിധി പ്രകാരമൊക്കെ വേദവൈദിക കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഈശ്വരനാണെന്നും തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചില്ല. അതേസമയം നിഷ്കളങ്കായിരുന്ന ആ ബ്രാഹ്മണ പത്നിമാരുടെ ആദ്യം അവർ നിശ്ചയിച്ചു. ബ്രാഹ്മണർ നിശ്ചയിച്ചപ്പോൾ തിരിച്ച് ഭഗവാന്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഇനി എന്താ ചെയ്യുക? അവരൊന്നും തന്നില്ല. അവർ കൃഷ്ണനും ബലരാമനും ഞങ്ങളെ പറഞ്ഞു വിട്ടത് പറഞ്ഞിട്ട് അവർക്കത് മനസ്സിലായില്ല.
അപ്പം അവർ നിഷേധിച്ചു, അന്നം നിഷേധിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഭഗവാൻ വീണ്ടും ഈ കുട്ടികളെ പറഞ്ഞു വിട്ടു. അവരുടെ തന്നെ ഭഗ്നിമാരുണ്ട് അവിടെ യജ്ഞശാലയിൽ, ഇവർക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കുന്ന ബ്രാഹ്മണ ഭഗ്നിമാരുണ്ട്. അവരുടെ അടുത്ത് ചെന്നിട്ട് പറയൂ, ഇതേ വാക്കുകൾ പറയൂ, ഞാനും കൃഷ്ണനും ബലരാമനുമാണ് ഞങ്ങളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്, വിശപ്പ് ഇല്ലാതെയാക്കാൻ, ഇല്ലെങ്കിൽ അന്നത്തെ കൊടുക്കാൻ ചോദിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾ അവിടെ ചെന്ന് ബ്രാഹ്മണ ഭക്തിമാർ പറഞ്ഞപ്പോൾ അവർക്ക് സംശയമൊന്നും ഉണ്ടായില്ല. അവരെ ഉണ്ടാക്കി വെച്ചതും ബ്രാഹ്മണർ ഇത് കണ്ടവരെ എടുത്തുകൊണ്ട് പോരുന്ന കണ്ടപ്പോൾ അവർ നിഷേധിച്ചു, ചിലരെ പൂട്ടിയിട്ടു, അങ്ങനെയൊക്കെ അവർ ക്രൂരതയൊക്കെ ചെയ്തെങ്കിലും അതിൽ 90% ആൾക്കാരും നിഷ്കളങ്ക ഭക്തരായിട്ട് ആ സ്ത്രീകൾ കൃഷ്ണൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ അവർ എല്ലാം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ചത് ആരെയാ? ബ്രാഹ്മണ ഭഗ്നിമാരെ. ഇതാണ് നിഷ്കളങ്ക ഭക്തി. ആ ഭക്തിയുടെ ശ്രേഷ്ഠതയും വേദവൈദിക മാർഗവും ഒന്നും ഇവർക്ക് അറിയില്ല. പക്ഷെ കൃഷ്ണൻ്റെ പേര് കേട്ട് അവരെവിടെയൊക്കെയോ എന്തൊക്കെയോ ഭഗവാൻ ജനിച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ മനസ്സിലായപ്പോൾ കൃഷ്ണനും ബലരാമനും വന്നിട്ടുള്ളതപ്പം ഇവർ നിഷ്കളങ്ക ഭക്തരായതുകൊണ്ട് യാതൊരു സംശയവും ഉണ്ടായില്ല. ഉണ്ടാക്കി ഇതൊക്കെ കൊണ്ടുവന്ന് കുട്ടികൾക്കും ഭഗവാനും കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തോണ്ട് തന്നെ പോകും. അത് യാതൊരു സന്ദേഹവും ഇല്ലാതെ ഇവർക്കൊക്കെ കൊടുക്കാനും തയ്യാറായി. അതുകൊണ്ട് ഭഗവാൻ അനുഗ്രഹിച്ചത് ഈ ബ്രാഹ്മണ ഭക്തിമാരെയാണ്. ഇത് കണ്ടപ്പോഴാണ് ബ്രാഹ്മണർക്ക് കുറച്ച് ബോധം ഉണ്ടായത്, ഇവർ നിസ്സാരക്കാരല്ല, ഇവർ ബലരാമനും കൃഷ്ണനും സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ ചെയ്തത് എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് തെറ്റ് പ്രായശ്ചിത്തം ചെയ്താൽ തന്നെ, അല്ലെങ്കിൽ അത് തെറ്റുപറ്റി ഇവരെ നിന്ദിക്കുകയാണ് നമ്മൾ ചെയ്തത്. സാധാരണ മനുഷ്യരെ പോലെ തന്നെ ശരീരം എടുത്ത് വന്നവരാണ് ശ്രീകൃഷ്ണനും ബലരാമനും എന്ന് ഇവർ ധരിച്ചു. അതുകൊണ്ടാണ് നിന്ദിക്കാനിട വന്നത്. അപ്പോൾ ബ്രാഹ്മണർക്ക് ഈ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു സംശയം തന്നെ ഉണ്ടായില്ല. ശ്രീകൃഷ്ണനും ബലരാമനെന്ന് പേര് കേട്ടപ്പോൾ തന്നെ അവർ സർവാത്മന ഭഗവാനായിട്ട് മാനിച്ചു. അതുകൊണ്ട് ഭഗവാന് കൊടുക്കാൻ വേണ്ടിയിട്ട്, പ്രസാദത്തെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായി. അപ്പം ഈ തമ്മിലുള്ള വ്യത്യാസം നോക്കണം. രണ്ടുപേരും മനുഷ്യജന്മമാണ്, ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവരാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അവസാനം സ്ത്രീകളെ കണ്ടിട്ടാണ് ബ്രാഹ്മണർക്ക് പോലും ബോധമുണ്ടായത്. പിന്നെ പ്രായശ്ചിത്ത സമേതനായിട്ടുണ്ട് ഭഗവാനോട് വന്ന് മാപ്പ് പറയലും. അപ്പം അതിലും അവർക്ക് പ്രായശ്ചിത്തം ചെയ്തതുകൊണ്ട് ഭഗവാൻ അവരെയും കൂടി അനുഗ്രഹിച്ചു. സ്ത്രീകൾ മുഖേനയാണ് അവർക്കും കൂടെ അനുഗ്രഹം ശ്രീകൃഷ്ണൻ കൊടുത്തത് എന്നറിയിപ്പം. ഇത് കേവലം ഒരു യാദവ പുത്രനാണ്, ഇല്ലേ ഗോപാലകനാണ്, അതുകൊണ്ട് ഇവർ അംഗീകാരം കൊടുത്തില്ല. സാധാരണ ഒരു ശരീരം എടുത്ത് വന്നിരിക്കുന്ന യാദവകുലത്തിൽ ജനിച്ചിരിക്കുന്ന ഒരാളെന്ന് പോലും, ഗോകുലത്തിൽ ജനിച്ച ആളാണ്, ഗോക്കളെ പരിപാലിക്കുന്നവനാണ്, ഗോപാലകനാണ്, ഇങ്ങനെയൊക്കെ നമ്മളെ ബ്രാഹ്മണർക്കൊപ്പം ചേരാൻ പറ്റാത്ത ആളാണെന്നൊക്കെ ധരിച്ചിട്ടാണ് ഇവർ അവഗണിക്കാനിട വന്നത്. പക്ഷേ ബ്രാഹ്മണ ഭക്തിമാർക്ക് അവർ നിഷ്കളങ്ക ഭക്തരായതുകൊണ്ട് അവർ കൃഷ്ണനെപ്പറ്റി പൂർണ്ണമായിട്ട് അറിയില്ലെങ്കിൽ തന്നെ അത് ഈശ്വരനാണെന്നുള്ള തോന്നൽ പൂർണ്ണമായിട്ട് നിസ്സന്ദേഹം അവർ ആ ഉണ്ടാക്കി വെച്ച ഭക്ഷണത്തെ എടുത്തുകൊണ്ട് വന്ന്, കൊടുത്തുവിടുകയല്ല ചെയ്ത്, എടുത്തുകൊണ്ട് വന്ന് ഇവർക്ക് കൂട്ടുകാർക്കും ഭഗവാനും വിളമ്പി കൊടുക്കാൻ പോലും തയ്യാറായി. അതാണ് യഥാർത്ഥ നിഷ്കളങ്ക ഭക്തി എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ യഥാർത്ഥ ഭക്തിയുടെ ഭാവം പ്രത്യക്ഷ ഭക്തിയും പ്രകടന ഭക്തിയും അല്ലെ പ്രകർഷേണ ഭക്തിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. അപ്പം ബ്രഹ്മജ്ഞാനിയാളായിരുന്നാൽ പോലും ഡെഡിക്കേറ്റഡ് അല്ലെങ്കിൽ കാര്യമൊന്നുമില്ല. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചത് കൊണ്ടോ വൈദിക കർമ്മങ്ങൾ ചെയ്യാൻ പെർഫെക്ഷൻ ഉള്ള ആളായതുകൊണ്ട് കാര്യമില്ല. അത് ഡെഡിക്കേറ്റഡ് അചഞ്ചലമായ നിഷ്കളങ്കമായ ഭക്തിയോടെ അല്ല ചെയ്യുന്നതെങ്കിൽ യഥാർത്ഥ ഫലത്തെ ലഭിക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരെ കർമ്മഠന്മാർ എന്ന് ഭഗവാൻ പറഞ്ഞത്. നമ്മൾ നോക്കുമ്പോൾ ശ്രേഷ്ഠമായിട്ട് വളരെ കർമ്മമൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആ കർമ്മത്തെ ശുദ്ധി വരണം എന്നുണ്ടെങ്കിൽ നിഷ്കളങ്കത ഉണ്ടായിരിക്കണം, ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കണം, അല്ലാതെ അശുദ്ധി വരില്ല എന്നർത്ഥം. അത് അനുഭവത്തിലൂടെ തന്നെ മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ ഒരാളെ ബോധവൽക്കരിച്ചിട്ട് ഇത് എങ്ങനെയല്ല ഇങ്ങനെ ചെയ്യേണ്ടേ, അല്ലെ ഇതാണ് യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞു ബോധിപ്പിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അത് ഒന്നാമത്തെ കാര്യം, നമ്മൾ എന്ത് പഠിച്ചാലും വേണ്ടില്ല, വേദവൈദിക കർമ്മങ്ങളോ നന്നായിട്ട് പൂജ ചെയ്യുന്നവർക്കോ, നന്നായിട്ട് വായിക്കുന്നവർക്കോ, നന്നായിട്ട് പ്രഭാഷണം നടത്തുന്നവർക്കോ, നന്നായിട്ട് പാട്ട് പാടുന്നവർക്കോ, ഇതൊക്കെ ഭഗവാന്റെ തന്നെ ലീലകളിൽ പ്രകടമാകുന്ന കലകളാണ്. ആ കലകൾ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ അവിടെ അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം, പരിഗ്രഹം, പിന്നെ ഏതൊക്കെ തരത്തിലാണ് അവർ അതിനെ
വിനിയോഗിക്കാന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ നിഷ്കളങ്കമായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. വിനയ സമ്പന്നെ ആ ഒരു ഭാവത്തിലൊക്കെ ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെ അത് ദുർവിനിയോഗം ചെയ്യാൻ തുടങ്ങും. നമുക്ക് ഏത് ഗുണം എവിടെയെങ്കിലും നമുക്ക് ചിന്തയിലോ വാക്കിലോ ഗുണം നമ്മുടെ സ്വഭാവത്തിനുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഈശ്വരീയ അനുഗ്രഹമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ ഗുണത്തെ നമ്മൾ ഉപയോഗിച്ച് അത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന വിധത്തിൽ നിഷ്കളങ്കമായിട്ട് ഉപയോഗിച്ചാൽ അത് ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ മാർഗത്തിലാവും. അതല്ല, ആ ഗുണത്തെ ദുർവിനിയോഗം ചെയ്താലോ നശിക്കാനിട വരും. സംശയമൊന്നുമില്ല. ഇഹത്തിലും പരത്തിലും പ്രയോജനം ചെയ്യില്ല. നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഗുണം എൻ്റെ എന്ന് പറഞ്ഞ് എടുത്തു വെച്ചാൽ അവർ ഭഗവാന്റെ മുമ്പിൽ പ്രത്യക്ഷത്തിലുള്ള നമ്മൾ ഭൗതിക വസ്തുക്കൾ മാത്രമല്ല ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുക. അതും മറ്റുള്ളവർക്കും കൊടുക്കാതെ എടുത്തു വെച്ചാലേ അവൻ കള്ളന്മാരാണെന്ന് പറഞ്ഞു. നമുക്ക് സ്വഭാവത്തിൽ എന്തെങ്കിലും നല്ല ഗുണം നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കാൻ എടുത്തു വെച്ചാലും അങ്ങനെയുള്ളവരും ഭഗവാന്റെ മുമ്പിൽ കള്ളന്മാരാവുന്ന അർത്ഥം. നമ്മുടെ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ കേമത്വം കൊണ്ടൊന്നും അല്ല പറയുന്നത്. ഇതെൻ്റെ കേമത്വം കൊണ്ടാണെന്ന് വിചാരിച്ചാൽ വകുപ്പ് മാറും. ഫലം നമ്മളെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അഹങ്കാരിയായിട്ട് മാറും. അതിൽ ബലം കാണും, അതിൽ കാമവും ക്രോധവും ഒക്കെ വരും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇഹത്തിലും പരത്തിലും പ്രയോജനമില്ലാത്ത ജന്മത്തിലേക്ക് വീണ്ടും പോകും. ഇവിടെയാണ് വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ നാ പ്രകർഷേത് പ്രിയം പ്രാപ്യ നാ തിജേത് പ്രാപ്യജാ പ്രിയം സ്ഥിരബുദ്ധിര സമ്മൂഢോ ബ്രഹ്മവിത് ബ്രഹ്മണീസിത. സ്ഥിരബുദ്ധി അസമ്മൂഢൻ, സ്ഥിരബുദ്ധിയും മോഹം നശിച്ചവനും, സ്ഥിരബുദ്ധിയും മോഹവും നശിച്ചവൻ, ബ്രഹ്മണീസിത ബ്രഹ്മവിത്ത്, ബ്രഹ്മനിഷ്ഠനുമായിരിക്കുന്ന ബ്രഹ്മജ്ഞാനി, പ്രിയം പ്രാപ്യ നാ പ്രകർഷ്യേത്, ഇഷ്ടലാഭത്തിൽ സന്തോഷിക്കുന്നില്ല, അപ്രിയം പ്രാപ്യ നാ തിജേത്, അനിഷ്ടം ആയത് വരുമ്പോൾ വ്യാകുലപ്പെടുന്നുമില്ല. അതായത് നിർദ്വന്ദ് ഭാവത്തിലേക്ക് എത്തും. നിർദ്വന്ദ് അവസ്ഥയിൽ നിസ്സംഗനായിക്കൊണ്ട് വിനയ സമ്പന്നെ എന്ന് ഭഗവാൻ പറഞ്ഞത് തന്നെയാണ് ഇവിടെ വീണ്ടും പറയുന്നത്. ഉദാസീന മദാസീന എന്നൊക്കെ പറയാം. അതായത് നമ്മൾ ന്യൂട്രലായിട്ടിരിക്കുക എന്ന് പറയും എളുപ്പത്തിൽ. എന്ന് കിട്ടിയാലും വെള്ള സിദ്ധിയോ സമോഭൂത്വ എന്ന് 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. യോഗസ്ഥ ഒരു കർമാണി സംഘം തെക്വാ ധനച്ചയാ സിദ്ധ്യോ സമോഭൂത്വ സമസ്തം യോഗോച്ചത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പം അതിന് സ്ഥിരബുദ്ധി വേണം. ബുദ്ധിയെ ഉറപ്പിച്ച സ്ഥിരപ്രജ്ഞനാകണം. അങ്ങനെ ആകുന്നവനെ ഈ മോഹവലയത്തിൽപ്പെടില്ല. അപ്പം മോഹത്തെ ഇല്ലാതിരിക്കുന്നവനും അഥവാ മോഹത്തെ നശിപ്പിച്ചവനും ബ്രഹ്മനിഷ്ഠൻ, ബ്രഹ്മം എന്തെന്നറിഞ്ഞാൽ ബ്രഹ്മനിഷ്ഠനായിക്കൊണ്ട് ഇരിക്കുന്നവനും അവൻ ബ്രഹ്മജ്ഞാനിയും ഇഷ്ടലാഭത്തിൽ സന്തോഷിക്കുന്നുമില്ല, അനിഷ്ടപ്രാപ്തിയിൽ ദുഃഖിക്കുന്നുമില്ല. ഇതാണ് ബ്രഹ്മജ്ഞാനിയുടെ, ഇല്ലെങ്കിൽ ബ്രഹ്മം എന്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥിതിയിലേക്ക് സമാവസ്ഥ നമുക്ക് കൈവരും. ഇതാണ് യോഗാവസ്ഥ എന്ന് പറയുന്നത്. ഈ ഒരു സ്ഥിതിയാണ് സമത്വം യോഗോച്ചതേ എന്ന അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെയുള്ളവർക്ക് ഈ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് തന്നെ ഈശ്വരീയമായൊരു ഗുണമാണല്ലോ. അതിൽ അഹങ്കരിക്കില്ല, അതിൽ ദുർവിനിയോഗം ചെയ്യില്ല, അത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന വിധത്തിൽ കർത്തൃത്വ അഭിമാനമില്ലാതെ ഫലേച്ഛയില്ലാതെ ആ നിസ്സംഗനായിക്കൊണ്ട് കർമ്മം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തണം. ഇതാണ് ആ ബ്രഹ്മജ്ഞാനിക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം എന്നർത്ഥം. അതുകൊണ്ട് സ്ഥിരബുദ്ധിയുള്ളവനായിരിക്കണം, മോഹത്തിൽ നിന്ന് നിവർത്തിക്കണം. അതായത് മോഹവലയത്തിൽ നിന്ന് കണ്ടതിൻ്റെ കേട്ടതിൻ്റെ പിന്നാലെ പോകുന്നത് മാത്രമല്ല, മനസ്സുകൊണ്ട് പോലും ഒന്നും ആഗ്രഹിക്കാതിരിക്കുന്നത്. നമ്മൾ ശരീരം കൊണ്ട് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് പ്രവർത്തിക്കാതെ അനങ്ങാതിരുന്നാലും വേണ്ടില്ല. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിങ്ങനെ പറയും, അത് കിട്ടിയിരുന്നെങ്കിൽ, അങ്ങോട്ട് പോയിരുന്നെങ്കിൽ, ഇങ്ങോട്ട് പോയിരുന്നെങ്കിൽ, ആളെ കണ്ടിരുന്നെങ്കിൽ, ഇതൊക്കെ മോഹവലയാണ്. അപ്പോൾ വെറുതെ ഇരുന്നുകൊണ്ട് ശരീരം കൊണ്ടൊന്നും ചെയ്യുന്നില്ല, മനസ്സുകൊണ്ട് ഇങ്ങനെ അതും ഇതും ആഗ്രഹിച്ചാലും അതും മോഹവലയാന്നർത്ഥം. അപ്പോൾ അതും കൂടെ ഇല്ലാതാകണം. മനസ്സുകൊണ്ടുള്ള ആഗ്രഹങ്ങൾ പോലും ഇല്ലാതെയാകണം. പിന്നെ അങ്ങനെ ഇരിക്കുന്ന ഒരാൾ ബ്രഹ്മനിഷ്ഠനായി കഴിഞ്ഞാൽ ആ ബ്രഹ്മജ്ഞാനി എന്ന് പറയും. ബ്രഹ്മനിഷ്ഠനായിരിക്കുന്ന ആൾ തന്നെയാണ് ബ്രഹ്മജ്ഞാനി തന്നെയാണ് ബ്രഹ്മനിഷ്ഠൻ. ആ സ്ഥിതി നിലനിർത്തുന്നവന് ഇഷ്ടമായിട്ട് എന്തെങ്കിലും കിട്ടിയാലും അതിൽ അമിതമായിട്ട് സന്തോഷിക്കുന്ന അവസ്ഥയില്ല. എപ്പോഴും ഒരേ ഭാവത്തിൽ നിലനിൽക്കുന്നവൻ. ഇനി ഇഷ്ടപ്പെട്ടത് കിട്ടിയാലും അത് നഷ്ടപ്പെട്ടാലും ദുഃഖിക്കില്ല. ഇനി അനിഷ്ടമായിട്ട് എന്തെങ്കിലും ആണ് കിട്ടുന്നതെങ്കിൽ അതിൽ ദുഃഖിക്കുകയുമില്ല.
ചിലപ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് ഓരോ നിമിഷവും പോലും ഇഷ്ടാനിഷ്ടങ്ങൾ നമുക്ക് ഒരേപോലെ ആയിരിക്കണം എന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ദിവസം എഴുന്നേറ്റ് വരുമ്പം നമുക്ക് ചിലപ്പോൾ നല്ല മൂടായിരിക്കും, ചിലപ്പോൾ ചീത്ത മൂടായിരിക്കും. ചിലപ്പോൾ എല്ലാ കാര്യം നിങ്ങൾക്ക് ഉത്സാഹം ഉണ്ടാവും. ചിലപ്പോൾ ഒരു സമയത്ത് ഇഷ്ടമായത് പിന്നെ ഒരു സമയത്ത് ഇഷ്ടമല്ലാതെയും വരാം. ഇഷ്ടമല്ലാത്തത് ചിലപ്പോൾ ഇഷ്ടമാകേണ്ടിയും വരും. ഇങ്ങനെയൊക്കെ കൺസിക്വൻസീസ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ബ്രഹ്മചാരിക്ക് രാഗദ്വേഷങ്ങളോ മമതാബന്ധമോ ഇല്ലാത്തതിനാൽ നിർദ്വന്ദ്വനായിട്ട് സമചിത്തനായിട്ട് വർത്തിക്കണം എന്നാണ്. നമുക്ക് സമാധാനമാണ് എല്ലാവരും ആഗ്രഹിക്കുക. ആ സമാധാനം നമുക്ക് അനുഭവിച്ചറിയണമെങ്കിൽ എനിക്ക് സമാധാനം വേണമെന്ന് ആഗ്രഹിച്ച കാര്യമില്ല, എനിക്കും എന്നുള്ളതും ഉപേക്ഷിക്കണം, വേണം എന്നുള്ളതും ഉപേക്ഷിക്കണം. അപ്പം സമ അവസ്ഥ ആധാനം ചെയ്യണം. ഈ സമചിത്തത കൈവരുത്തിയാൽ പിന്നെ എന്ന് സമാധാനം. എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെന്ന് പറയുമ്പോൾ അവിടെ സ്വാർത്ഥത ഒന്നതാണ്. എന്നാൽ ലോകാ സമസ്ത സുഖിനോപോ ഒന്നൊന്ന് പ്രാർത്ഥിക്കുന്നവനോ അവൻ സമചിത്തനായിരിക്കും. അങ്ങനെ ഒരു സമചിത്തത കൈവന്ന ആൾക്ക് സ്വാർത്ഥ താല്പര്യത്താൽ ഒന്നും പ്രാർത്ഥിക്കാൻ പോലും തോന്നാതിരിക്കണമെങ്കിൽ അവൻ സമചിത്തനായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എപ്പോഴും സമാധാനം, കിട്ടിയാലും കിട്ടിയില്ലേലും എപ്പോഴും സമാധാനമായിരിക്കും. ആ അവസ്ഥയെ നമ്മൾ സ്വയം ആധാനം ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം എന്ന് പറഞ്ഞാൽ അതിനാണ് യോഗ സാധനകളും ഈശ്വര ഭക്തിയും ഈ സമചിത്തത കൈവരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമചിത്തത കൈവരുത്തുക എന്നതാണ്. അത് സാധ്യമാകണമെങ്കിൽ ആത്മജ്ഞാനം ലഭിക്കണം. അല്ലാതെ ഭൗതിക ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈശ്വരനെ ആശ്രയിച്ചാൽ ഒരിക്കലും നമുക്ക് അഭൗതികമായിട്ടുള്ള സുഖഭോഗങ്ങളൊക്കെ കിട്ടും. പക്ഷേ അത് ശാശ്വതമായിരിക്കില്ല, പ്രേയസായിരിക്കും, പ്രത്യക്ഷമായിരിക്കും. നമ്മുടെ ശരീരം പോലും പ്രേയസാണ്, അത് ഉണ്ടായിട്ട് നശിക്കുന്നതാണ്. അതുകൊണ്ട് ഈ നശിക്കുന്ന വസ്തുക്കളിൽ ഭ്രമിക്കരുത്. നശിക്കുന്ന വസ്തുക്കളെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈശ്വരനെ ആശ്രയിച്ചിട്ട് കാര്യമൊന്നുമില്ല. തൽക്കാലം ചിലപ്പം ഭഗവാൻ ചോദിക്കുന്നതൊക്കെ നൽകും, പക്ഷെ അതൊക്കെ പ്രയാസമായിരിക്കും. അതേ കാരണം കൊണ്ട് ഇഷ്ടഭോഗം കിട്ടിയാൽ അതേ കാരണം കൊണ്ട് ഭാവിയിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ഇന്ന് വരെ പ്രാർത്ഥിച്ച് വാങ്ങിയിട്ടുള്ളത് ശാശ്വതമായി നിലനിർത്താൻ ഒരു ഭക്തനെ കൊണ്ടും സാധിച്ചിട്ടില്ല. അത് നഷ്ടപ്പെടുമ്പം ഞാൻ ഉണ്ടാക്കി വെച്ചൊക്കെ നശിച്ചു പോയി, ഇല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയത് ഈശ്വരനാണെന്ന് വരെ ഈശ്വരനിൽ ആരോപണം ഉന്നയിച്ചു. അതാണ് മനുഷ്യൻ്റെ സ്വഭാവം. ഏറ്റവും വലിയ വൈകുല്യം അതാണ്. നമ്മൾ ഈശ്വരനെ ഭജിച്ചിട്ട് ഇഷ്ടമുള്ളത് കിട്ടിയെന്ന് വിചാരിക്കുക, അത് നഷ്ടപ്പെട്ടാൽ അപ്പം പറയുന്നത് എന്താ? ഞാൻ ഉണ്ടാക്കി വെച്ചൊക്കെ പോയി എന്നാ പറയും. പിന്നെ ഈശ്വരൻ എന്നെ പറ്റിച്ചു എന്നും പറയും. നമുക്ക് ഈശ്വരൻ ചോദിക്കുന്നത് നൽകി കുറെ കാലം നിലനിർത്തണമെങ്കിൽ അത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. നമ്മുടെ ശരീരം പോലും ഗിഫ്റ്റായിട്ട് കിട്ടിയേക്കണതാ, അതിൻ്റെ സൂക്ഷിപ്പുകാരാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ശ്രേഷ്ഠത നിലനിർത്താൻ ഈശ്വരനെ ആശ്രയിച്ചാൽ, അതായത് ഞാൻ പറഞ്ഞല്ലോ, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ജനിക്കുമ്പോൾ മനുഷ്യനായിട്ട് ജനിക്കുമ്പോൾ 50% ദൈവീയ സമ്പത്തും ആ 50% അസുരീ സമ്പത്തും നമുക്കുണ്ട്. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസുരീ സമ്പത്തിനെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവീയ സമ്പത്തിനെ ആശ്രയിക്കുക, ഇല്ലെങ്കിൽ ദൈവീയ സമ്പത്തിനെ ഉപയോഗിക്കുക. എന്നാൽ നേരെ തിരിച്ചൊരു ഭാവന ഉണ്ടാക്കിയാൽ മതി. ദൈവീയ സമ്പത്തിനെ അനന്യമായിട്ട് ആശ്രയിക്കുക. അപ്പോഴേ ഈ ഭൗതിക സുഖഭോഗങ്ങൾ പോലും നമുക്ക് താൽക്കാലികമാണെങ്കിൽ പോലും അത് നമുക്ക് വേണ്ട വിധത്തെ അനുഭവിക്കാൻ യോഗം ഉണ്ടാവണമെങ്കിൽ ഈശ്വരൻ്റെ കൃപ വേണം. ആ കൃപ ലഭിക്കണമെങ്കിൽ ദൈവിക സമ്പത്തും ദൈവിക ഗണങ്ങളെ നമ്മൾ നമ്മുടെ ശരീരത്തിലൂടെ സാക്ഷാത്കരിക്കുക എന്നർത്ഥം. അത് വച്ചുകൊണ്ട് ആ ഗുണവും ദോഷമുണ്ട്. ആസുരീ സമ്പത്തിൻ്റെ ദോഷങ്ങളാണ് അത് നശിപ്പിച്ച് കളയുന്നത്. അതേസമയം ദൈവിക സമ്പത്ത് എപ്പോഴും ഗുണമുള്ളൂ, അതിൽ ദോഷമില്ല, ദോഷരഹിതമാണ്, ദോഷമുക്തമാണ്. അതുകൊണ്ട് ദൈവിക സമ്പത്തിനെ ആ ഗുണങ്ങളെ ആശ്രയിച്ചുകൊണ്ടേ ആ ഭൗതിക സുഖങ്ങൾ പോലും നമുക്ക് ദോഷം ചെയ്യാത്ത വിധത്തിൽ അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, ദോഷം വന്നാൽ ദുഃഖിക്കേണ്ടി വരും. ദോഷം നമ്മൾ തന്നെ വരുത്തി വെച്ചാൽ, ഈശ്വരീയ ഗുണങ്ങളെ ദുർവിനിയോഗം ചെയ്താൽ അത് ബ്രഹ്മഹത്യക്ക് തുല്യമാണ്. നമുക്ക് ജനിക്കണമെങ്കിലും പറയണമെങ്കിലും പ്രവർത്തിക്കണമെങ്കിലും ഒക്കെ ഈശ്വര ശക്തി നമ്മുടെ ജീവനായിട്ടുണ്ട്. ആ ജീവനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ
ഈ നശിക്കുന്ന വസ്തുവിന് വേണ്ടിയിട്ട് പ്രയത്നം ചെയ്താൽ അത് പ്രത്യക്ഷത്തിൽ ബ്രഹ്മഹത്യയാണ്. ഇപ്പം ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങൾക്ക് പറയാം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, കേരളത്തിൽ ഏറ്റവും കൊട്ടിഘോഷിച്ച ഒരു യാഗം നടന്നു, കുബേരയാഗം എന്ന് പറഞ്ഞു. അത് പാലക്കാട് ജില്ലയിൽ തന്നെ ചളവറയാണ് നടന്നത്. അതിൽ യജമാനായിട്ടിരുന്ന പയ്യനൊക്കെ എൻ്റെ മകൻ്റെ കൂടെ പഠിച്ച ആളാണ്, ക്ലാസ്മേറ്റ് ആയിരുന്നു. അതിൻ്റെ വികല്പവും സങ്കല്പവും വികല്പവും ഒക്കെ എനിക്ക് മനസ്സിലായതാണ്. പക്ഷേ നമ്മളതൊന്നും വിളിച്ചു പറയാനൊന്നും പോയിട്ടൊന്നും. പക്ഷെ ഇന്ന് അവരുടെ അവസ്ഥ നോക്കും. ഇതാണ്, ആസുരീ സമ്പത്തിന് വേണ്ടിയിട്ട് വലിയൊരു യാഗം ഈശ്വര സങ്കല്പത്തിൽ തന്നെ ചെയ്തു. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്? കുബേരൻ സമ്പത്തിൻ്റെ ആളാണ്. അപ്പോൾ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ഉദ്ദേശ ലക്ഷ്യത്തിൽ, സമ്പത്തെന്ന് പറയുന്നതും പ്രേസാണ്, അത് വന്നും പോയിരിക്കും. അത് മനസ്സിലാക്കാതെ ഇങ്ങനെ എന്താ പറഞ്ഞ, കോടിക്കണക്കിന് സമ്പത്ത് സ്വരൂപിച്ച് ഇങ്ങനെ ഒരു യാഗമൊക്കെ, കുബേര യാഗമൊക്കെ നടത്തി. ഇന്ന് അവരുടെ അവസ്ഥ എന്താണെന്നറിയോ? ആ ക്ഷേത്രമടക്കം ബാങ്കുകാർ ജപ്തി ചെയ്തിരിക്കുക. എന്താ കാരണം? ഈശ്വരീയ ശക്തിയെ ദുർവിനിയോഗം ചെയ്തു എന്നർത്ഥം. ഈശ്വരന്റെ ഗുണങ്ങളെ ശരിക്കും മനസ്സിലാക്കാതെ അത് ബ്രഹ്മഹത്യക്ക് തുല്യമായിട്ട് അതിനെ ദുർവിനിയോഗം ചെയ്തു. അതും ശാസ്ത്രത്തിന്റെ വേദവൈദിക മാർഗങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് കൊട്ടിഘോഷിച്ച് വിദേശ മന്ത്രിമാർ വരെ അവിടെ പങ്കെടുത്തതായിട്ടൊക്കെ അറിയാം. ഞാനും ഒരു ദിവസം പോയിട്ട് അവിടെ പ്രസാദം കൊടുത്തിരുന്ന സമ്പത്താണ്. നമ്മളവിടെ തൊഴാൻ പോയി കഴിഞ്ഞാൽ പ്രസാദം കൊടുത്തിരുന്ന സമ്പത്താണ്, എണ്ണാത്ത പണമാണ് അത് കിട്ടിയിരുന്നത്. ഈ കലിയുഗത്തിൽ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേദവൈദിക മാർഗത്തിൽ പോലും എന്ത് ചെയ്താലും നേരായ മാർഗത്തിൽ സമ്പത്ത് സ്വരൂപിക്കാൻ സാധ്യമല്ല. അത് കലിയുഗത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ആ സമ്പത്തിനെ ദുർവിനിയോഗം ചെയ്താലോ അത് ബ്രഹ്മഹത്യയാണ്. അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം. നമുക്ക് ഈ സമ്പത്ത്, കലിയുഗത്തിൽ സമ്പത്തില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയും. ഈ സമ്പത്ത് കിട്ടിയാൽ അതിൽ അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം, പരിഗ്രഹമൊക്കെ ഉണ്ടായാൽ അതേ സമ്പത്ത് കൊണ്ട് നമ്മൾ ദുർവിനിയോഗം ചെയ്യും. നമ്മൾ അറിയാതെ സംഭവിച്ചു പോകും. അപ്പം അത് ബ്രഹ്മഹത്യയായിട്ട് ഭവിക്കും. അതായത് നമുക്ക് ശരീരത്തിലൂടെയോ സ്വഭാവത്തിലൂടെയോ ഈ എന്തെങ്കിലും അച്ചീവ്മെന്റ് വേണ്ടിയിട്ടുള്ള ഗുണങ്ങൾ നമ്മളിൽ പ്രകടമാകുന്നുണ്ടെങ്കിൽ, അത് ഭൗതിക തലത്തിലായിക്കോട്ടെ ആത്മീയ തലത്തിലായിക്കോട്ടെ, അവിടെയൊക്കെ ഈശ്വരൻ്റെ കൃപയായി പ്രവർത്തിക്കുക. ആ കൃപ നമ്മൾ യഥാർത്ഥത്തിൽ ഈശ്വരൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിന് വിരുദ്ധമായിട്ട് അതിനെ ദുർവിനിയോഗം ചെയ്താൽ അത് ബ്രഹ്മഹത്യയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ വ്യക്തിയിലും ബ്രഹ്മം, ഈ ബ്രാഹ്മണത്വം ഉണ്ട്, വൈശ്യത്വവും ക്ഷത്രിയത്വവും വൈശ്യത്വവും ശൂദ്രത്വം ഒക്കെ ഉണ്ട്. അപ്പൊ മനുഷ്യജന്മത്തിലാണ് ഇതൊക്കെ, ഈ ഗുണവും ദോഷമൊക്കെ തിരിച്ചറിയാനുള്ള പ്രത്യേക ശക്തിയും നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഗുണങ്ങളെ തിരിച്ചറിയാതെ ഗുണത്തെ ഉപയോഗിച്ചുകൊണ്ട് ദുർവിനിയോഗം ചെയ്താൽ അതിൻ്റെ ദോഷം അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ നിസ്സാര കാര്യമല്ലേ, നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും എൻ്റെ അനുഗ്രഹം കൊണ്ടാണ് കിട്ടുക. ആ കിട്ടുന്നതൊക്കെ എൻ്റെ എന്ന് പറഞ്ഞ് എടുത്തു വെച്ചാൽ അതിൽ ഏറ്റവും വലിയ ദോഷം എന്താ? ഭഗവാന്റെ മുമ്പിൽ അവൻ കള്ളനാകും. കാര്യം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതാണ്. നിങ്ങൾ ഇഷ്ടഭോഗങ്ങളായിരിക്കും കിട്ടിയിരിക്കുക. ഭഗവാനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് മേടിച്ചത്, ഇല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് കിട്ടിയതെന്ന് അഹങ്കരിക്കുകയും കൂടെ ചെയ്താലോ, എന്നിട്ട് അത് ആർക്കും കൊടുക്കാതെ എടുത്തു വെച്ചാലോ, അതിൻ്റെ ഏറ്റവും വലിയ ദോഷം എന്താ? ഈശ്വരന്റെ മുമ്പിൽ ആ വ്യക്തി, ആ ഭക്തൻ കള്ളനായി മാറും. അതിൽ കൂടുതൽ എന്താ ദോഷം വരാനുള്ളത്? ദോഷം ചെയ്താൽ ഇല്ലേ, ദോഷം വരുത്തി വെച്ചാൽ അതിന്റെ ഫലം അനുഭവിക്കണമെന്ന് പോകാൻ പറഞ്ഞല്ലോ. അപ്പൊ ബ്രഹ്മജ്ഞാനിയായി മാറിയാലും വേദവൈദിക കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പോലും അതിന്റെ ഗുണങ്ങളെ ദുർവിനിയോഗം ചെയ്താൽ അത് വേദഹത്യ ചെയ്യാം. ഇതാണ് ഏറ്റവും വലിയ അപജയത്തിന് കാരണമായി ഭവിക്കുന്നതും. ഇപ്പതാ ആ ഉണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ ജപ്തി ചെയ്തു സർക്കാർ. ഇത് പ്രത്യക്ഷമാണ്, കലിയുഗത്തില് പ്രത്യക്ഷ അനുഭവം. അവര് യാഗം ചെയ്യുന്ന സമയത്ത് യാഗശാലയിലും, അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയിരുന്നു അതിനുശേഷം. അപ്പൊ അവിടെ തന്നെ അന്ന് അതിൻ്റെ ലക്ഷണം ഞാൻ കണ്ടിട്ടാണ് പോകുന്നത്. കാരണം
ഞാനിവരെ കാണാൻ, അച്ഛനെയും മകനെയും കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയത്. പക്ഷെ അവരകത്തുണ്ടായിരുന്നിട്ടും അവരില്ലാന്ന് സെക്യൂരിറ്റിയെ കൊണ്ട് പറയിപ്പിച്ചു. ഇതൊക്കെ നേരിട്ടുള്ള അനുഭവം. ഇത് മാത്രമല്ല, ഇവർ ഏറ്റവും വലിയൊരു തെറ്റ് ചെയ്തത് ബദരി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആ രാവൽജി അതിനെപ്പറ്റി യൂട്യൂബിലൊക്കെ നോക്കിയാൽ അറിയാം. ആദ്യം രാവൽജിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, ഇദ്ദേഹം ക്ഷണിച്ചിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ആ ബദരിയിലുള്ള ശക്തി തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് കുബേരയാഗം നടത്തിയത്. ഇവിടുത്തെ പ്രതിഷ്ഠ അത് തന്നെ തോന്നുന്നു. ബദരിയിലുണ്ടൊരു കുബേര പ്രതിഷ്ഠ, നിങ്ങൾ ബദരിയിൽ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് അറിയാം. അവിടുത്തെ ചൈതന്യം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രോപ്പഗണ്ടയൊക്കെ ഉണ്ടാക്കി. അത് പിന്നീട് തിരിച്ചറിഞ്ഞപ്പോൾ രാവൽജി അതിന് തിരിച്ച് യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് കേൾക്കാം, അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ഒരിക്കലും അങ്ങനെ ബദരിയിലെ ഒരു ശക്തി വേറൊരു അടുത്തേക്ക് പോകും. എന്താ, അത്രമാത്രം ബ്രഹ്മജനാണോ ഇത് ചെയ്യുന്ന ആള്? എന്നിട്ടത് പരസ്യം കൊടുക്കുകയും അതിനെ, അതായത് ആ ബദരിയിലുള്ള ശക്തി തന്നെയാണ് ഇവിടെ എന്ന് പറഞ്ഞിട്ട് അത് പ്രൊപ്പഗണ്ട ഉണ്ടാക്കി അത് ദുർവിനിയോഗം ചെയ്യാൻ അതിൻ്റെ കൊട്ടിക്കോഷികളൊക്കെ ഉണ്ടായി. അതിൻ്റെ ഫലമാണ്, തിക്തഫലമാണ് അനുഭവിക്കാനുള്ളത്. ഞാൻ ചെന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇതിനെപ്പറ്റി ഞാനേയും രാവൽജിയായിട്ടും എനിക്ക് നേരിട്ട് അറിയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞതൊക്കെ ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു അവബോധം ഉണ്ടാക്കാൻ ഇവരെ കാണാൻ പറ്റിയ കാണാം. കാരണം എൻ്റെ ആ യാഗത്തിന് ഇരുന്ന ആള് എൻ്റെ മകൻ്റെ ഒപ്പം പഠിച്ചു ആള്. അപ്പം അങ്ങനെ ഒരു ബന്ധവും കൂടെ എനിക്കുണ്ട്. അപ്പം യാഗത്തിലെ യജ്ഞശാലയിൽ വെച്ച് വരെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതാണ്. യജമാനായിട്ടിരിക്കുമ്പോൾ തന്നെ, ഭഗ്നിസമേതനായിരിക്കുമ്പോൾ പോലും യാഗശാലയിൽ വെച്ചിട്ടുണ്ട് ഞാനും ഇതുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇതേപ്പറ്റി ഒരു സൂചന കൊടുക്കാം എന്നുദ്ദേശമുണ്ട്. ഒന്ന് സൂക്ഷിച്ചോളൂ എന്ന് പറയാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. പക്ഷേ അവരകത്തിരുന്നിട്ടും അവിടെ ഇല്ലയെന്ന് സെക്യൂരിറ്റിയെ കൊണ്ട് പറയിപ്പിച്ചു. എനിക്കറിയാം അവരകത്തുണ്ടെന്നുള്ളത്. കാരണം പുറത്താരെയും കാണാതിരിക്കുക. കാരണം അവിടെ തൊട്ട് അവർക്ക് അധപ്പതനം തുടങ്ങി എന്നുള്ളത്. അതുകൊണ്ടാണ് പബ്ലിക്കിനെ കാണാൻ ഇഷ്ടപ്പെടാത്തത്. അപ്പോൾ ഇതിപ്പോൾ ഇപ്പം ഈ പേപ്പറിലൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ അറിഞ്ഞു ജപ്തി ചെയ്തു. അപ്പം ഇവിടെയാണ് ദുർവിനിയോഗം, ബ്രഹ്മഹത്യാപാപം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ വന്ന് ഭവിക്കാം. അപ്പം നമുക്ക് സമ്പത്തും ഒക്കെ ഈശ്വരീയ ഗുണങ്ങളെ കൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ യോഗക്ഷേമമൊക്കെ പോകാൻ നോക്കും. നിങ്ങൾ യാദൃശ്യമായിട്ട് പലതും കിട്ടിയെന്നിരിക്കും. ഈശ്വരനെ യഥാർത്ഥത്തിൽ നിഷ്കളങ്കമായിട്ട് ഭജിച്ചാൽ നിങ്ങളെ കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നതൊക്കെ നൽകും ഭഗവാൻ, യോഗക്ഷേമമായിട്ട് നൽകും. കാരണം ഈ സജ്ജനങ്ങളിലൂടെ ധർമ്മത്തെ പരിപാലിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള ഭക്തനായിട്ട് മാറുന്ന ഒരാൾ അതിന് വിരുദ്ധമായിട്ട് പെരുമാറിയാൽ കലിയുഗത്തിൽ അതേപോലെ തന്നെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നോ അതേപോലെ പെട്ടെന്ന് അധപ്പതിക്കും. അതാണ് കുഴപ്പം. ഈ ദുർവിനിയോഗം ചെയ്താൽ പെട്ടെന്ന് ഇരുട്ടടി കിട്ടുന്ന പോലെ കിട്ടും. അതിന് കാത്തിരിക്കൊന്നും വേണ്ട, അടുത്ത ജന്മത്തിലേക്കൊന്നും പോകുമൊന്നും വേണ്ട. അപ്പം ഇങ്ങനെയൊക്കെ പ്രത്യക്ഷമായിട്ട് ചില ഫലങ്ങൾ നമുക്ക് ഇത് നമ്മൾ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ കിട്ടും. നമുക്ക് ചുറ്റുവട്ടം തന്നെ നോക്കിയാൽ മതി. കലിയുഗത്തിൽ എന്തായാലും മനസ്സിലാക്കിക്കോളൂ, പണം സമ്പാദിക്കുന്നത് ഞാനോ നിങ്ങളോ ലക്ഷ്യമിട്ടാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് നേരായ മാർഗത്തിൽ സത്യസന്ധമായിട്ട് പണം സമ്പാദിക്കാൻ സാധ്യമല്ല. കാരണം കലിയുഗത്തിൻ്റെ പ്രത്യേക, അത് ഒരു വ്യക്തിയായാലും വേണ്ടില്ല, ഒരു കുടുംബമായാലും വേണ്ടില്ല, ഒരു സ്ഥാപനമായാലും വേണ്ടില്ല, ഒരു ക്ഷേത്രമായാലും വേണ്ടില്ല. സമ്പത്തുണ്ടാക്കണം എന്ന് വിചാരിച്ചോ നേരായ മാർഗത്തിലൂടെ ആർക്കും പണം സമ്പാദിക്കാൻ സാധ്യമല്ല. എന്നാൽ അതിനെ ശുദ്ധി വരുത്തണമെന്നുണ്ടെങ്കിൽ വേണ്ടുമ്പോൾ അതിനും ഭഗവാൻ പറഞ്ഞല്ലോ പഞ്ചമഹായജ്ഞങ്ങളിലോ. നമുക്ക് നേരായ മാർഗത്തിൽ നമ്മൾ പണിയെടുത്ത പൈസ കിട്ടുന്നതാ, ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന കൂലി എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാലും അതിലും 100% സത്യസന്ധയില്ല. ഈ കലിയുടെ ബാധ അതിലുണ്ടാവും. കാരണം 75 സമ്പത്തെന്ന് പറയുന്ന സാധനത്തിൽ 75% അധർമ്മമുണ്ട്. അധർമ്മത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകും. അത് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ നമ്മൾ അതിൽ ഇൻവോൾവ് ആയി പോകും. ഈവൻ പെൻഷൻ വാങ്ങിച്ചാലും വേണ്ടില്ല, നിങ്ങൾ ശമ്പളം മേടിക്കാൻ പണിയെടുത്ത കൂലിയാണ് കിട്ടിയെന്ന് പറഞ്ഞാലും അതൊന്നും 100% പ്യൂരിറ്റി ഉള്ളതല്ല. കാരണം കലിയുടെ സ്വഭാവം അതാ. കാരണം ഇന്ന് രാഷ്ട്രപതി ഇല്ലെങ്കിൽ പാർലമെൻറ്റിലോ അല്ലെങ്കിൽ നിയമസഭയിലോ പാസ്സാക്കുന്ന നിയമം വച്ചിട്ട് നിങ്ങൾക്ക് ശമ്പളം വന്നാലും ആ നിയമങ്ങൾ പോലും തെറ്റിക്കുന്നത് മനുഷ്യൻ തന്നെയാണെന്നർത്ഥം. അപ്പോൾ പിന്നെ ഈശ്വര നിയമങ്ങൾ ആരാ പാലിക്കുക? നമ്മളുണ്ടാക്കിയ നിയമം തന്നെ നമ്മൾ തെറ്റിക്കാൻ തുടങ്ങിയാൽ ഒന്നാമത് ഈശ്വരനെ ആർക്കും വിശ്വാസമില്ല. ഈശ്വരൻ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതൊട്ടും ശ്രദ്ധിക്കില്ല ആരും, അല്ലേ? ഈ വേദവൈദിക കർമ്മങ്ങൾ ശാസ്ത്രത്തെ അനുസരിക്കുന്നവർ പോലും വേണ്ട വിധത്തെ അനുസരിക്കുന്നില്ല. ഭഗവാൻ ഒരു ശാസന വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ധർമാനുസരിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അതനുസരിച്ച് വേണം ജീവിക്കാൻ. അത് തെറ്റിച്ചാൽ
അഥവാ ഇനി ആ ശാസന വ്യവസ്ഥിതിയാന്ന് പറഞ്ഞിട്ട് അതിനെ ദുർവിനിയോഗം ചെയ്താൽ, വേദശാസ്ത്രം അനുസരിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കേമത്തം കാണിച്ചിട്ട് അതിനെ ദുർവിനിയോഗം ചെയ്താലോ, അത് ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ, സ്വാർത്ഥ താല്പര്യം പാലിക്കാൻ പറ്റില്ല, കിട്ടുമെന്നും മറ്റാർക്കും കൊടുക്കാതെ എടുത്തു വെച്ചാൽ, അവിടെ ഇഹത്തിലും പരത്തിലും പ്രയോജനം ചെയ്യും. അതൊക്കെ ബ്രഹ്മഹത്യയാണെന്നർത്ഥം. അപ്പൊ അതിന്റെ ദോഷഫലങ്ങളും തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടും വരും. ഇങ്ങനെ പ്രത്യക്ഷ ഉദാഹരണം കലിയുഗത്തിൽ ഒരു വിഷമമില്ല നമുക്ക് കണ്ടുപിടിക്കാം. ഇഷ്ടം പോലെ ഉണ്ടാവും. കാരണം 75% ഈ ഈശ്വര ശക്തിയെ ദുർവിനിയോഗം ചെയ്യുന്നവരേ ഉള്ളൂ. ഒരു ക്ഷേത്രത്തിലായാലും വ്യക്തിയായാലും ഭക്തന്റെ വേഷം കെട്ടി നടക്കുന്നവരും പാകണ്ഡന്മാരും മതത്തെ സപ്താഹത്തിന്റെ പേരിലോ എന്തിന്റെ പേരിലും നിങ്ങൾക്ക് കണ്ടെത്താൻ ഒരു വിഷമവും. ഞാൻ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്റർഫയർ ചെയ്യാറില്ല എന്ന് മാത്രം. നമ്മൾ എന്ത് മനസ്സിൽ കാണുന്നു അതിന്റെ അനുഭവം നമ്മൾ നേരിട്ട് കാണുകയും ചെയ്യും. വിരലിൽ 1-2 പേരൊക്കെ ഉണ്ടാവുള്ളൂ സത്യസന്ധമായിട്ട് ഈ സമ്പത്തിനെ ദുർവിനിയോഗം ചെയ്യാതൊക്കെ ഉപയോഗിക്കുന്നത്. അത് വളരെ ചുരുക്കം. ഭഗവാൻ തന്നെ പറയുന്നുണ്ടല്ലോ. എന്തായാലും നമുക്ക് ഇന്നത്തെ ഗീതാ ഭാഗം ഇവിടെ സമർപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. 20 ശ്ലോകം 16 തൊട്ട് 17 തൊട്ട് 20 വരെയുള്ള 4 ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മൾ പൂർത്തീകരിച്ചത്. തത് ബുദ്ധയാ സദാത്മാനം തൻ നിഷ്ഠാ തത്പരായണ ഗച്ഛന്തി പുനരാവർത്തിം ജ്ഞാന നിർദൂതകൽമക്ഷ വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്സനെ ശുനി ശൈവ ശാപകേജ പണ്ഡിത സമദർശന ഇഹൈവ തൈർജിത സർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാൽ ബ്രഹ്മണി തേ സിത ന പ്രകർഷ്യേത് പ്രിയം പ്രാപ്യ ന തിഥേത് പ്രാപ്യജ പ്രിയം സ്ഥിരബുദ്ധിര സമ്മൂഢ ബ്രഹ്മവിദ് ബ്രഹ്മണി സിത. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഹരിഗോവിന്ദ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഓം പീതാംബരം കരവിലാസംഗചക്രം കമോദകീം സരസിജം കരുണാസമുദ്രം യഥാസുഖായ മതിസുന്ദരമന്ദകാസം പാതാളേശമനിശം ഹൃദി ഭാവയാമി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാശരണം. ശ്രീ ഗുരുവായൂരപ്പാശരണം. ഓം ശാന്തി ശാന്തി ശാന്തി.